മക്കളെ ഓഡിയോ വീഡിയോ ക്ലിയർ ആണോടാ? Can you hear me? Is everything perfect? Please give me a message. Clear ആണ്. Okay. Very good evening to all. കുറേ പേരുകൾ ഇങ്ങനെ ചാടിപ്പോയി. എല്ലാവർക്കും വെരി ഗുഡ് ഈവനിങ്. യെസ്, നവനീത്, അഞ്ജന, അഭയ് കൃഷ്ണ, ഫാത്തിമ, നന്ദന, വിഷ്ണുപ്രസാദ്, ആലിയ, മനീഷ്, ആതിര, തസ്നി, പിന്നെ കുറേ പേരുകൾ ആദ്യം ചാടിപ്പോയി കേട്ടോ. എല്ലാവരെയും വിളിച്ചിരിക്കുന്നു. യെസ്, എ വെരി ഗുഡ് ഈവനിങ് ടു ഓൾ. എ വെരി ഗുഡ് ഈവനിങ് ടു ഓൾ. അഭിജിത്ത്, അഞ്ജന, യെസ്. മക്കളെ തുടങ്ങാം നമുക്ക്. റെഡിയല്ലേ? ഐശ്വര്യ, ഗുഡ് ഈവനിങ്. ബോർഡിൽ കാണുന്നത് കെമിക്കൽ റിയാക്ഷൻസ്. ഇത് നമ്മൾ ഇന്ന് തുടങ്ങാം എന്ന് പറഞ്ഞിട്ടാണ് ഇന്നലെ പിരിഞ്ഞത്. യെസ്. ശരണ്യ, ഗുഡ് ഈവനിങ്. ന്യൂക്ലിയോഫിലിക് അഡിഷൻ റിയാക്ഷൻ ഇന്ന് തുടങ്ങാം എന്ന് പറഞ്ഞാണ് നമ്മൾ പിരിഞ്ഞത് അല്ലേ? ടുഡേ വി നീഡ് ടു സ്റ്റാർട്ട് ഫ്രം ദാറ്റ് ടോപ്പിക്. അനുശ്രീ, വെരി ഗുഡ് ഈവനിങ്. Can we start? Children, can we start? Homework ഉണ്ടോ? ഫസ്റ്റ് ഹോംവർക്ക്. യെസ്, അത് ഇവിടെ ഉണ്ടോന്ന് അറിയില്ല, നോക്കട്ടെ കേട്ടോ. ഹോംവർക്ക് എനിക്ക് തന്നത് ഓർമ്മയില്ല. ക്യാൻ യു ജസ്റ്റ് റിമൈൻഡ് മീ വാട്ട് വാസ് ദ ഹോംവർക്ക്? ഇതാണോ ഹോംവർക്ക്? ഇതാണോ? 2-methyl-hexane monochlorination, total number of isomers and number of structural configurations ആണോ മക്കളെ? യെസ്. ഓക്കെ. നിമിഷ, ഗുഡ് ഈവനിങ്. ദൃശ്യ, ഗുഡ് ഈവനിങ്. യെസ്. അപ്പൊ നമുക്ക് ആദ്യം ഹോംവർക്ക് ക്വസ്റ്റ്യൻ ഡിസ്കസ് ചെയ്യാം, അതിനുശേഷം ടോപ്പിക്കിലേക്ക് പോവാം. 2-methyl-hexane 1 2 3 4 5 6 അല്ല, 3-methyl-hexane 1 2 3 4 5 6. ദിസ് ഈസ് 3-methyl-hexane. ഇതില് എത്ര കോൺഫിഗറേഷൻസ് കിട്ടും ബൈ മോണോക്ലോറിനേഷൻ എന്നാണ് ചോദ്യം. എന്തിനാ എത്രണ്ണം എടുത്തിടണമെന്ന് വിചാരിക്കണ്ട. ആവശ്യം കഴിഞ്ഞ് ബാക്കിയുള്ളത് നമുക്ക് കളയാം കേട്ടോ. എത്ര എണ്ണമെന്ന് എനിക്ക് അറിയില്ല, എത്ര എണ്ണം വരും എന്നറിയില്ല. ആവശ്യം കഴിഞ്ഞ് ബാക്കിയില്ലാത്തത് നമുക്ക് ബാക്കിയുള്ളത് നമുക്ക് കളയാം. എന്തായാലും അവിടെ കിടക്കട്ടെ. ഇനി ഇത് തികയാതെ വന്നു കഴിഞ്ഞാൽ നമുക്ക് വേറെ എടുക്കാം കേട്ടോ. യെസ്, ഒന്നാമത്തേത്. പ്ലീസ് വെരിഫൈ. Those who have worked out, please verify your answer. കേട്ടോ. യെസ്, ചന്ദന, അജിത്. ഒന്നാമത്തേത് ഒരു ക്ലോറിൻ, മോണോക്ലോറിനേഷൻ എന്നാണ് കേട്ടോ. ഒരു ക്ലോറിൻ ഇവിടെ വരുന്നത് ഒന്നാമത്തേത്. രണ്ടാമത്തേത് ഒരു ക്ലോറിൻ ഇവിടെ വരുന്നു, ദാറ്റ് ഈസ് സെക്കൻഡ് വൺ. മൂന്നാമത്തേത് ഒരു ക്ലോറിൻ ഇവിടെ വരുന്നു, തേർഡ് വൺ. നാലാമത്തേത് ഒരു ക്ലോറിൻ ഇവിടെ വരുന്നു, ഫോർത്ത് വൺ. അഞ്ചാമത്തേത് ഒരു ക്ലോറിൻ ഇവിടെ വരുന്നു, ഫിഫ്ത്ത് വൺ. ആറാമത്തേത് ഒരു ക്ലോറിൻ ഇവിടെ വരുന്നു, സിക്സ്ത് വൺ. ആൻഡ് ഏഴാമത്തേത് കഴിഞ്ഞു കേട്ടോ, ബാക്കി വേണ്ട. ഏഴാമത്തേത് ഇത് കഴിഞ്ഞു. അപ്പോൾ ബാക്കിയുള്ളത് നമുക്ക് അങ്ങ് കളഞ്ഞേക്കാം, ഇതൊന്നും വേണ്ട. അപ്പോ 7 കോൺസ്റ്റിറ്റ്യൂഷണൽ ഐസോമേഴ്സ്. സ്ട്രക്ചറൽ ഐസോമേഴ്സ് മോണോക്ലോറിനേഷൻ 7 എണ്ണം ഉണ്ടാവും. ആകാശ്, 7 എണ്ണം ഉണ്ടാവും. ഒന്ന് നിങ്ങളുടെ അറ്റംപ്റ്റിനെ കുറിച്ചൊന്ന് കമന്റ് ചെയ്യണം കേട്ടോ. ശരിയായോ തെറ്റായോ
എന്തൊക്കെയാണ്, എത്രണ്ണാണ് കിട്ടിയത്, ഏത് കിട്ടിയില്ല, ഏത് കിട്ടി എന്നുള്ളതിനെ കുറിച്ചൊക്കെ ഒന്ന് കമന്റ് ചെയ്യുക. തെറ്റിപ്പോയവര് ഈ പറഞ്ഞ 7 ഏതാണ് കിട്ടാത്തത് എന്ന് പറയാം. സോ നമ്പർ ഓഫ് കോൺസ്റ്റിറ്റ്യൂഷണൽ ഐസോമേഴ്സ് 7 കിട്ടും. നന്ദന, ഇനി ടോട്ടൽ ഐസോമേഴ്സ് ഉണ്ട്, അത് വേറെ വിഷയം. ടോട്ടൽ ഐസോമേഴ്സ് അത് വേറെ പരിശോധിക്കണം. ഇവിടെ ഇത് കൈറാൾ സെന്റർ ആണ്. ദിസ് ഈസ് എ കൈറാൾ സെന്റർ. അപ്പൊ അവിടെ 2 ഉണ്ടാവും. ഇനി 2 വന്നാൽ 2 കൈറാൾ സെന്റർ ഉണ്ട്. ഇവിടെയും ഉണ്ട്, ഇവിടെയും ഉണ്ട്. അപ്പോ 2:2 ഇവിടെ 4 ഐസോമേഴ്സ് ഉണ്ടാവും. 3 വന്നാൽ ഇത് കൈറാൾ സെന്റർ ആണ്. അപ്പൊ അവിടെ 2 ഉണ്ടാവും. 2 എന്ന് വെച്ചാൽ ഡെക്സ്ട്രോ ലീവോ കിട്ടും. ഡെക്സ്ട്രോ ലീവോ. വിസ്മയ എന്തോ ഡിലീറ്റ് ചെയ്തിട്ടുണ്ട്. ഇനി ഇത് കൈറാൾ സെന്റർ ആണ്. അപ്പൊ അവിടെ 2 ഉണ്ടാവും. ഇനി 5 വന്നാൽ ഇതും കൈറാൾ സെന്റർ ആണ്, ഇതും കൈറാൾ സെന്റർ ആണ്. അപ്പൊ 2:2 ഇവിടെ 4 ഉണ്ടാവും. ഇനി 6 വന്നാൽ ഇതും കൈറാൾ സെന്റർ ആണ്, ഇതും കൈറാൾ സെന്റർ ആണ്. അപ്പൊ അഗെയിൻ 2:2 4 ഉണ്ടാവും. ഇനി ഇവിടേക്ക് വന്നു കഴിഞ്ഞാൽ ഇത് മാത്രമേ കൈറാൾ സെന്റർ ഉള്ളൂ, 2 ഉണ്ടാവും. അപ്പൊ ടോട്ടൽ എത്ര ഇടാം? 2. ഞാൻ ഇത്രയും പ്രതീക്ഷിച്ചിട്ടൊന്നും അല്ല ഈ ചോദ്യം തന്നത് കേട്ടോ. ഞാൻ ഇതൊന്നും പ്രതീക്ഷിച്ചിട്ടല്ല ഈ ചോദ്യം തന്നത്. എന്തായാലും ദ ക്വസ്റ്റ്യൻ ഗോൺ ബിയോണ്ട് മൈ എക്സ്പെക്ടേഷൻ ആൻഡ് ഇറ്റ് ടേൺ എ ബ്യൂട്ടിഫുൾ ക്വസ്റ്റ്യൻ. അപ്പൊ എത്രണ്ണായി നോക്ക്? 2, 6, 8, 10, 14, 18, 20 ഐസോമറായി കേട്ടോ. 20 ഐസോമറായി. സ്ട്രക്ചറൽ 7 ടോട്ടൽ 20 ആരെങ്കിലും ആൻസർ കിട്ടിയവരുണ്ടെങ്കിൽ ഒന്ന് പറയാം. ഫർദർ ഏതെങ്കിലും മോളിക്യൂള് അത് എങ്ങനെ വന്നു എന്നുള്ളത് സംശയം ഉണ്ടെങ്കിൽ പറയാം. എനിബഡി ഹാവിങ് എ ഡൗട്ട്? 20 എന്ന് കിട്ടിയവര്, 7, 20 എന്ന് ആർക്കെങ്കിലും കിട്ടിയിട്ടുണ്ടെങ്കിൽ അവരൊന്ന് പോസ്റ്റ് ചെയ്യാം. തെറ്റിയത് ചെറിയ തെറ്റുകളാണെങ്കിൽ എന്താണ് തെറ്റ് പറ്റിയത് എന്നും കൂടെ പോസ്റ്റ് ചെയ്യാം. ഇനി ഇതിൽ ഏതെങ്കിലും മോളിക്യൂള് സാർ ആ 6ാമത്തെ അതെങ്ങനെ വന്നു, 4ാമത്തെ അതെങ്ങനെ വന്നു എന്ന് സംശയം ഉണ്ടെങ്കിൽ അതും പറയാം. യെസ്, ശ്രേയ 7 കിട്ടി. വെരി ഗുഡ്. നവനീത് കിട്ടി സാർ. ആകാശ് 1, 2, 7 കിട്ടിയില്ല. 1 കിട്ടിയില്ല. അയ്യോടാ. 2 കിട്ടിയില്ല. 7 കിട്ടിയില്ല. പോട്ടെ, സാരില്ല. യെസ്, വിസ്മയ കിട്ടി. വെരി ഗുഡ്, വെരി ഗുഡ്. ആർക്കെങ്കിലും ഇതിൽ ഏതെങ്കിലും മോളിക്യൂളില് സാർ അതെങ്ങനെയാ കൈറാൾ സെന്റർ വന്നത്, അതെങ്ങനെയാ 4 വന്നത്, അതെങ്ങനെയാ 2 വന്നത് എന്തെങ്കിലും സംശയം ഉണ്ടെങ്കിൽ പറഞ്ഞോളൂ. ഐ വിൽ എക്സ്പ്ലെയിൻ. നവീൻ കുമാർ 7 കൈറാൾ സെന്റർ ആയത് മനസ്സിലായില്ല സാർ. 7 കൈറാൾ സെന്റർ ആയത് മനസ്സിലായില്ല. നവീൻ സിമ്പിൾ അല്ലേ കണ്ണാ? നവീൻ നോക്കിക്കോട്ടോ. ഇവിടെ CH3 CH2 ഇവിടെ C, അതില് ഒരു H ഉണ്ട്, ഇവിടെ ഒരു CH3 ഉണ്ട്. ഇവിടെ CH2 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 Cl. Now hope you understand. It's very simple dear. നോക്കടാ, ഇത് കൈറാൾ സെന്റർ ആണ്. This is കൈറാൾ സെന്റർ having 4 different atoms or groups. This is A, this is B, this is C and this is D. A, B, C, D എന്ന് വന്നില്ലേ കണ്ണാ? It is chiral center. വേറെ ആർക്കെങ്കിലും ഏതെങ്കിലും മോളിക്യൂളില് എന്തുകൊണ്ട് എന്ന് സംശയം ഉണ്ടെങ്കിൽ പറഞ്ഞോളൂ. ഐ വിൽ എക്സ്പ്ലെയിൻ. അത് കഴിഞ്ഞാൽ നമുക്ക് നമ്മുടെ ടോപ്പിക്കിലേക്ക് തിരിച്ചു പോവാം. ഞാൻ ഇത്രയും ഒന്നും പ്രതീക്ഷിച്ചിട്ടല്ല ആ ചോദ്യം തന്നത് കേട്ടോ. ഞാൻ മനസ്സിൽ ഒരു ചോദ്യം വന്നു, അതങ്ങോട്ട് തന്നു എന്ന് മാത്രം. ഇത്രയും ഒന്നും പ്രതീക്ഷിച്ചില്ല. ബട്ട് ദാറ്റ് ടേൺ എ ബ്യൂട്ടിഫുൾ ക്വസ്റ്റ്യൻ. 5 കൈറാൾ സെന്റർ. ശരണ്യ 5 കൈറാൾ സെന്റർ എങ്ങനെ വന്നു എന്നാണ്. ശരണ്യ നോക്കടാ. CH3 CH2 C H CH3 C H CH2 CH3
Now hope you understand. This is a chiral center. എങ്ങനെയാണ് സാറേ നോക്കടാ. This is A, this is B, this is C and this is D. ഇനി അതേപോലെ ഇത് chiral center ആണ്. This is chiral center. How? എങ്ങനെയാ? This is A, this is B, this is C and this is D. There are two chiral centers. ശരണ്യ 5-ല് 2 chiral center ഉണ്ട് and the molecule is unsymmetrical. Therefore 2 raised to 2, 2 raised to n, 2 raised to 2, 4 isomers ഉണ്ടാവും. Yes. വേറെ സംശയങ്ങളൊന്നും ഇല്ലല്ലോ? ഓക്കെ അല്ലേ? വേറെ സംശയങ്ങളൊന്നും ഇല്ലല്ലോ? ഓക്കെ അല്ലേ? റൈറ്റ്. സർ കീറ്റോൺ ആണോ ആൽഡിഹൈഡ് ആണോ ബോയിലിംഗ് പോയിന്റ് കൂടുക? ഏകദേശം ഈ സെയിം മോളാർ മാസ് ഐസോമേഴ്സ് ആണെങ്കിൽ കീറ്റോൺസിന് കുറച്ച് കൂടും. കീറ്റോൺസിന് കുറച്ച് കൂടും. അഭിജിത്ത്, കീറ്റോൺസ് വിൽ ബി സ്ലൈറ്റ്ലി ഗ്രേറ്റർ. ഒരു 3-4 യൂണിറ്റ് എങ്കിലും കീറ്റോൺസിന് കൂടും ദാൻ ആൽഡിഹൈഡ്സ്. വൈ എന്ന് ചോദിച്ചാൽ ആ പോളറൈസേഷൻ കുറച്ചുകൂടെ ഇഫക്റ്റീവ് ആയിട്ട് നടക്കുക കീറ്റോൺസിലായിരിക്കും. പിന്നെ സ്റ്റെറിക് ഫാക്ടേഴ്സ് ഇതെല്ലാം വിഷയമാണ്. ആ പോളാർ റീജിയനിലുള്ള സ്റ്റെറിക് ഫാക്ടർ ഇതെല്ലാം വിഷയമാണ്. യെസ്. വേറെ എന്തെങ്കിലും സംശയമുണ്ടോ? വേറെ എന്തെങ്കിലും സംശയമുണ്ടോ? സോ നമ്മൾ ഇന്നലെ ഡിസ്കസ് ചെയ്തത് പ്രിപ്പറേഷൻസ് ഓഫ് ആൽഡിഹൈഡ്സ്, കീറ്റോൺസ്, അതാണ് മെയിനായിട്ട് ഡിസ്കസ് ചെയ്തത്. കഴിഞ്ഞ ക്ലാസ്സുകളിൽ പ്രധാനമായിട്ടും റോസൻമൺ റിഡക്ഷൻ പോലെ, സ്റ്റീഫൻ റിഡക്ഷൻ പോലെ, ഡൈബാൽ എച്ച് പോലുള്ള റിയാക്ഷൻസ്, എറ്റാഡ് റിയാക്ഷൻസ്, ഗെറ്റർമാൻ കോച്ച് റിയാക്ഷൻ, ഗെറ്റർമാൻ ആൽഡിഹൈഡ് സിന്തസിസ് പോലുള്ള കുറേ റിയാക്ഷൻസ്, ഡൈ ആൽക്കൈൽ കാഡ്മിയം ഉപയോഗിച്ചിട്ടുള്ള റിയാക്ഷൻസ്, അതുപോലെ ഗ്രിഗ്നാർഡ് റിയേജന്റും നൈട്രൈൽസും തമ്മിലുള്ള റിയാക്ഷൻസ്, ഫിസിക്കൽ പ്രോപ്പർട്ടീസ്, ഇതൊക്കെയാണ് നമ്മൾ ചർച്ച ചെയ്തത്. ഇനി നമ്മുടെ ഡിസ്കഷൻ എന്ന് പറയുന്നത് കെമിക്കൽ റിയാക്ഷൻസ് ആണ്, പർട്ടിക്കുലർലി ന്യൂക്ലിയോഫിലിക് അഡീഷൻ റിയാക്ഷൻ. അതാണ് നമ്മുടെ അടുത്ത ചർച്ച. കിട്ടോ? ന്യൂക്ലിയോഫിലിക് അഡീഷൻ റിയാക്ഷൻ, ദാറ്റ് ഈസ് അവർ നെക്സ്റ്റ് പോയിന്റ് ഓഫ് ഡിസ്കഷൻ. എങ്ങനെയാണ് ന്യൂക്ലിയോഫിലിക് അഡീഷൻ റിയാക്ഷൻ നമ്മൾ മനസ്സിലാക്കേണ്ടത്? സപ്പോസ് വി ആർ ഡീലിംഗ് വിത്ത് an ആൽക്കീൻ. നമ്മളിപ്പോ ആൽക്കീൻ ആണ് എടുക്കുന്നത് എന്ന് വിചാരിക്കാം. സപ്പോസ് യു ആർ ഡീലിംഗ് വിത്ത് ആൽക്കീൻ, എത്തീൻ ട്രീറ്റഡ് വിത്ത് HBr. നോക്കൂ, ഫസ്റ്റ് സ്റ്റെപ്പ് എന്ന് പറയുന്നത് പ്രോട്ടോണേഷൻ ആണ്. ദിസ് ഈസ് ഗെറ്റിംഗ് പ്രോട്ടോണേറ്റഡ്. ഇതാണ് ഒന്നാമത്തെ സ്റ്റെപ്പ്, പ്രോട്ടോണേഷൻ. ആൻഡ് ദാറ്റ് ഈസ് ദ റേറ്റ് ഡിറ്റർമിനിങ് സ്റ്റെപ്പ്. റേറ്റ് ഡിറ്റർമിനിങ് സ്റ്റെപ്പിൽ, അതായത് ഫസ്റ്റ് സ്റ്റെപ്പിൽ, സ്ലോവസ്റ്റ് സ്റ്റെപ്പിൽ H+ ആണ് ആഡ് ചെയ്യപ്പെടുന്നത്. ഹെൻസ് ഇറ്റ് ഈസ് കോൾഡ് ഇലക്ട്രോഫിലിക് അഡീഷൻ റിയാക്ഷൻ. റേറ്റ് ഡിറ്റർമിനിങ് സ്റ്റെപ്പിൽ ഏത് സ്പീഷീസ് ആണോ ആഡ് ചെയ്യപ്പെടുന്നത് അതിന്റെ പേരിലാണ് ആ റിയാക്ഷൻ അറിയപ്പെടുക. മനസ്സിലായോ? അപ്പോ ആൽക്കീൻസിൽ ഫസ്റ്റ് സ്റ്റെപ്പ് എന്ന് പറഞ്ഞാൽ പ്രോട്ടോണേഷൻ ആണ്. ആൻഡ് thereby you get a carbocation CH3 CH2+. And the second step is a fast reaction, Br- attacking here, and that is a fast reaction as it is ionic reaction. We get the final product, hydrohalogenation reaction. ഇത് ഒരു ഇലക്ട്രോഫിലിക് അഡീഷൻ റിയാക്ഷൻ ആണ്. ആൻഡ് ആൽക്കീൻസ് ആർ വെൽ നോൺ ഫോർ പെർഫോമിംഗ് ഇലക്ട്രോഫിലിക് അഡീഷൻ റിയാക്ഷൻ. ആൽക്കീൻസിന്റെ ഒരു ഹൈലൈറ്റ് ആയിട്ട് പറയുന്ന റിയാക്ഷൻസ് ആണ് ഇലക്ട്രോഫിലിക് അഡീഷൻ റിയാക്ഷൻസ്. ഇതിൽ നിന്ന് വ്യത്യസ്തമായിട്ടാണ് കാർബോണൈൽ കോമ്പൗണ്ട്സിൽ കാണുന്ന അഡിഷൻ റിയാക്ഷൻ. എങ്ങനെയാണ് കാർബോണൈൽ കോമ്പൗണ്ട്സിലെ അഡിഷൻ റിയാക്ഷൻ? So this is electrophilic addition
റിയാക്ഷൻ. അതെന്തുകൊണ്ട് അങ്ങനെ പറയുന്നു എന്ന് ചോദിച്ചാൽ ഇവിടെ നോക്കിയാൽ മനസ്സിലാവും. H+ ആണ് അറ്റാക്കിംഗ് സ്പീഷീസ് in the slowest step of the reaction. Now coming to carbonyl system, aldehydes and ketones. Imagine it is interacting with a reagent, say HCN, H+, Cn-. എല്ലാവർക്കും അറിയാവുന്നതുപോലെ this will polarize. ഇത് സിഗ്മ ബോണ്ട് ആണ്, ഇത് പൈ ബോണ്ട് ആണ്. പൈ ബോണ്ടിലെ ഇലക്ട്രോൺസ് പോളറൈസ് ചെയ്യും and you will get C+, നമ്മൾ ഓൾറെഡി പറഞ്ഞതാണല്ലോ, C+O- എന്ന് കിട്ടും. ഇതില് ആദ്യത്തെ അറ്റാക്ക് നടക്കുന്നത്, ഫസ്റ്റ് സ്റ്റെപ്പ് അറ്റാക്ക് നടക്കുന്നത് ന്യൂക്ലിയോഫൈൽ ആണ്. ദിസ് ഈസ് അറ്റാക്കിംഗ് ഓൺ C+ സെന്റർ ആൻഡ് ദാറ്റ് ഈസ് ദ റേറ്റ് ഡിറ്റർമിനിങ് സ്റ്റെപ്പ്. റേറ്റ് ഡിറ്റർമിനിങ് സ്റ്റെപ്പില് ഒന്നാമത്തെ സ്റ്റെപ്പില് ഇത് ഒരു സ്റ്റെപ്പായിട്ട് കാണണ്ട കേട്ടോ. പോളറൈസേഷൻ നടക്കുന്നത് കാണിച്ച ഒരു ഭാഗമാണെന്ന് വിചാരിച്ചാൽ മതി. റിയാക്ഷൻ സ്റ്റെപ്പ് അല്ല ഇത്. റിയാക്ഷൻ തുടങ്ങുന്ന ഒരു ഭാഗമായിട്ട് മനസ്സിലാക്കിയാൽ മതി. ആരോ കണ്ടിട്ട് അതൊരു സ്റ്റെപ്പാണെന്ന് വിചാരിക്കണ്ട. ഇവിടെയാണ് ഒന്നാമത്തെ സ്റ്റെപ്പ്. അപ്പോൾ കാർബൺ ഓക്സിജൻ പോളറൈസ് ചെയ്തു. ഓക്സിജൻ O- ആയി, കാർബൺ C+ ആയി. ആ C+ലേക്ക് ന്യൂക്ലിയോഫൈൽ അറ്റാക്ക് ചെയ്യുന്നു. ആൻഡ് ഹെൻസ് ഇറ്റ് ഈസ് എ ന്യൂക്ലിയോഫിലിക് addition reaction. This is a nucleophilic addition reaction. നേരത്തെ ഉള്ളതും ഇതും തമ്മിലുള്ള വ്യത്യാസം നോക്കുക. ഇവിടെ ഒരു ഇലക്ട്രോഫൈലാണ് ആഡ് ചെയ്യപ്പെടുന്നത്. റേറ്റ് ഡിറ്റർമിനിങ് സ്റ്റെപ്പില് അഡിഷൻ നടക്കുന്നത് ഇലക്ട്രോഫൈലാണ്. വൈൽ ഇൻ ദ സെക്കൻഡ് കേസ് എ ന്യൂക്ലിയോഫൈൽ ഈസ് ആഡഡ് ഓൺ ടു ദ C+ സെന്റർ. അതിനെ നമുക്ക് ഇലക്ട്രോഫിലിക് സെന്റർ എന്ന് വിളിക്കാം. എന്നിട്ട് എന്ത് കിട്ടും? I am sure all of you know this is sp2 carbon and the system is planar. ഇത് sp2 planar ആണ്. അത് എന്തായിട്ട് മാറും? sp3 ടെട്രാഹീഡ്രൽ ആയിട്ട് മാറും. എന്നിട്ടോ ആ C+ലേക്ക് Cn- വന്നിരിക്കുന്നു and you have O-. You get a tetrahedral intermediate and now this turn sp3 ടെട്രാഹീഡ്രൽ. അങ്ങനെ ഒരു ഇന്റർമീഡിയറ്റ് കിട്ടുന്നു. നൗ ദ സെക്കൻഡ് സ്റ്റെപ്പ് ഓബ്വിയസ്ലി ഫാസ്റ്റ് സ്റ്റെപ്പ് ആയിരിക്കും. H+ will be interacting by O- and that will be an ionic reaction and fast reaction and the final result is you get like this. ഇങ്ങനെ ഒരു ഫൈനൽ പ്രോഡക്റ്റ് കിട്ടുന്നു. ഇത് ഒരു എക്സാമ്പിൾ ആണ് കേട്ടോ. You get the final product. ഇതൊരു എക്സാമ്പിൾ ആണ്. അഡീഷൻ ഓഫ് HCN. അഡീഷൻ ഓഫ് HCN ഞാനൊരു ഉദാഹരണമായിട്ട് പറഞ്ഞതാണ്. ആൻഡ് ദ നെറ്റ് റിസൾട്ട് ഈസ് sp2 കാർബൺ sp3 കാർബൺ ആയിട്ട് മാറും. sp2 പ്ലാനാർ സിസ്റ്റം sp3 ടെട്രാഹീഡ്രൽ സിസ്റ്റം ആയിട്ട് മാറും. അതിൽ 2 സ്റ്റെപ്പ് ഉണ്ട്. ആദ്യത്തെ സ്റ്റെപ്പ് തന്നെയാണ് റേറ്റ് ഡിറ്റർമിനിങ് സ്റ്റെപ്പ്. പക്ഷേ അൺലൈക്ക് ആൽക്കീൻസിൽ എങ്ങനെയാണ്? റേറ്റ് ഡിറ്റർമിനിങ് സ്റ്റെപ്പിൽ നടക്കുന്നത് പ്രോട്ടോണേഷൻ ആണ്. പക്ഷെ ഇവിടെ റേറ്റ് ഡിറ്റർമിനിങ് സ്റ്റെപ്പിൽ ഒരു ന്യൂക്ലിയോഫൈല് ഇലക്ട്രോഫിലിക് സെന്റർ കാർബോണൈൽ സെന്ററിലേക്ക് വന്ന് അറ്റാച്ച് ചെയ്യും. ആൻഡ് ഹെൻസ് ഇറ്റ് ഈസ് കോൾഡ് ന്യൂക്ലിയോഫിലിക് അഡിഷൻ റിയാക്ഷൻ. ക്ലിയർ ആണോടാ? ക്ലിയർ ആണോ? And the reactivity depends on the positive center over here. The reactivity solely depends on the positive center here. ഇവിടെ എത്രമാത്രം ഇലക്ട്രോഫിലിക് ആണോ അത്രയും റിയാക്ടിവിറ്റി ഹൈ ആയിരിക്കും. ആ C+ എത്രമാത്രം C+ ഹൈ ആണോ അത്രയും അത് റിയാക്റ്റീവ് ആയിരിക്കും. C+ എത്രമാത്രം ഹൈ ആണോ അത്രയും അത് റിയാക്റ്റീവ് ആയിരിക്കും. അപ്പൊ ആ റിയാക്ടിവിറ്റിയെ സ്വാധീനിക്കുന്നത് ആരായിരിക്കും? വെരി സിമ്പിൾ. ഇവിടെ ആരൊക്കെ വരുന്നു എന്നതിനനുസരിച്ചിരിക്കും.
ഇവിടെ വരുന്ന ആൾക്കാർ ആരൊക്കെയാണ്? അതിനനുസരിച്ചിട്ടായിരിക്കും ഇവിടുത്തെ റിയാക്ടിവിറ്റി സെന്റർ ഉണ്ടാവുക. ആ കാർബണിന്റെ ഫ്രീ വാലൻസി കാണുന്നുണ്ടല്ലോ, അവിടെ എ എന്നും ബി എന്നും ഞാൻ മാർക്ക് ചെയ്തിട്ടുണ്ട്. അവിടെ ആരാണ് വരുന്നത്, അതിനനുസരിച്ച് നമുക്ക് റിയാക്ടിവിറ്റി പ്രൊഡിക്റ്റ് ചെയ്യാനും എക്സ്പ്ലോർ ചെയ്യാനും സാധിക്കും. Depending on the nature of A and B on the carbon balances, we can understand the relative rate of reactivity. അതിനെ സ്വാധീനിക്കുന്ന ഘടകങ്ങൾ എന്തൊക്കെയാണ്? റിയാക്ടിവിറ്റിയെ സ്വാധീനിക്കുന്ന ഘടകങ്ങൾ എന്തൊക്കെയാണ്? ഇലക്ട്രോണിക് ഫാക്ട്സ് ഉണ്ട്, ഇൻഡക്റ്റീവ് ഇഫക്റ്റ് ഉണ്ട്. ഇലക്ട്രോണിക് ഫാക്ട്സ് എന്ന് വെച്ചാൽ പലതും വരും. റെസൊണൻസ് വരാം, ഇൻഡക്റ്റീവ് ഇഫക്റ്റ് വരാം, പിന്നെ സ്റ്റെറിക് ഫാക്ടേഴ്സ് വരാം, ബൾക്കി ഗ്രൂപ്പുകൾ. അത് വരുന്നതിനനുസരിച്ച് റിയാക്ടിവിറ്റി മാറും. സ്റ്റെറിക് എഫക്റ്റ് ഉണ്ടാവാം. മനസ്സിലായോ? അപ്പോ ഇലക്ട്രോണിക് റീസൺസ്, സ്റ്റെറിക് റീസൺസ്, ഇങ്ങനെ ഒന്നിലധികം റീസൺസ് ഉപയോഗിച്ച് നമുക്ക് ആ റിയാക്ടിവിറ്റിയെ ഡിഫൈൻ ചെയ്യാൻ, ആ ഓർഡറിനെ എക്സ്പ്ലെയിൻ ചെയ്യാൻ സാധിക്കും. ഫോർ എക്സാമ്പിൾ ഏറ്റവും റിയാക്റ്റീവ് ആരാണെന്ന് ചോദിച്ചാൽ ഒരു സംശയവുമില്ല, ഫോർമാൽഡിഹൈഡ് ആയിരിക്കും. കാരണം അവിടെ എയുടെയും ബിയുടെയും സ്ഥാനത്ത് വരുന്നത് ഹൈഡ്രജൻ ആണ്. അവിടെ എയുടെയും ബിയുടെയും സ്ഥാനത്ത് വരുന്നത് ഹൈഡ്രജൻ ആണ്. ദിസ് ഈസ് ഫോർമാൽഡിഹൈഡ്. നോക്കൂ, ഇത് പോളറൈസ് ചെയ്തു, ഇവിടെ മൈനസ് വന്നു, ഇവിടെ പ്ലസ് വന്നു. ഇവർക്ക് രണ്ടുപേർക്കും കാര്യമായ ഒരു എഫക്റ്റും ഇല്ല. സ്റ്റെറിക് എഫക്റ്റ് ഉണ്ടോ? ഇല്ല. ഇലക്ട്രോണിക് എഫക്റ്റ് ഉണ്ടോ? ഇല്ല. ഒരു എഫക്റ്റും ഇല്ല. Therefore, that plus character will be maximum. അപ്പൊ റിയാക്ടിവിറ്റി മാക്സിമം ആയിരിക്കും. അപ്പൊ ഏറ്റവും കൂടുതൽ റിയാക്ടിവിറ്റി കാണിക്കുന്ന ഒരാള് വേറെ ആരുമല്ല, മെത്തനാൽ എന്ന് പറയുന്ന ഫോർമാൽഡിഹൈഡ് ആണ്. വാട്ട് അബൌട്ട് എത്തനാൽ? എത്തനാൽ എങ്ങനെയായിരിക്കും? നോക്കിക്കോളൂ, എത്തനാൽ എങ്ങനെയാ വരിക? എത്തനാലിന് സ്റ്റെറിക് റീസൺസ് ഉണ്ട്. ദിസ് ഈസ് എത്തനാൽ. ഇവിടെ പോളറൈസ് ചെയ്ത് കഴിഞ്ഞാൽ മൈനസും പ്ലസും, ഈ പ്ലസിനെ ഇയാൾ കുറയ്ക്കൂടാ. എന്ത് എഫക്റ്റാ പറയാ? ഇൻഡക്റ്റീവ് ഇഫക്റ്റ് ഡ്യൂ ടു പ്ലസ് ഐ ഇഫക്റ്റ്. ഇയാള് പ്ലസ് ഐ ഇഫക്റ്റ് കാണിക്കുന്ന ആളാണ്. അപ്പൊ പ്ലസ് ഐ ഇഫക്റ്റ് കാരണം ഇവിടുത്തെ പോസിറ്റീവ് ചാർജ് കുറയും, എന്ന് വെച്ചാൽ റിയാക്ടിവിറ്റി കുറയും. സോ ഫോർമാൽഡിഹൈഡ് മോസ്റ്റ് റിയാക്റ്റീവ് ദാൻ ദ അതർ ആൽഡിഹൈഡ്സ്, മറ്റ് ആൽഡിഹൈഡ്സിനെ അപേക്ഷിച്ച്. മനസ്സിലാവുന്നുണ്ടോ? ഇനി ആരോമാറ്റിക് ആൽഡിഹൈഡ് വന്നു കഴിഞ്ഞാൽ റിയാക്ടിവിറ്റി വീണ്ടും കുറയും. ആരോമാറ്റിക് ആൽഡിഹൈഡ് വന്നു കഴിഞ്ഞാൽ റിയാക്ടിവിറ്റി വീണ്ടും കുറയും. അതെന്താ സാറേ കാരണം? നിങ്ങൾ തന്നെ പറ, നിങ്ങൾ തന്നെ കണ്ടുപിടിക്കുക. നോക്ക്, ഇത് ബെൻസാൾഡിഹൈഡ് ആണ്. ഈ ബെൻസാൾഡിഹൈഡ് പോളറൈസ് ചെയ്ത് മൈനസും പ്ലസും ആയി എന്ന് വിചാരിക്കുക. ഇവിടെ പ്ലസ് ഉണ്ടാവേണ്ട താമസം, ഈ ഇലക്ട്രോൺസ് ഇങ്ങോട്ട് മൈഗ്രേറ്റ് ചെയ്യും, ആ പ്ലസിനെ ന്യൂട്രലൈസ് ചെയ്യും. റെസൊണൻസ് ഇഫക്റ്റ്. അപ്പൊ റിയാക്ടിവിറ്റി വീണ്ടും കുറയും. അപ്പോ ഫോർമാൽഡിഹൈഡ് മോസ്റ്റ് റിയാക്റ്റീവ്, മറ്റ് അലിഫാറ്റിക് ആൽഡിഹൈഡ് അടുത്തത്, ബെൻസാൾഡിഹൈഡ് അടുത്തത്, ആൻഡ് ദ ലീസ്റ്റ് റിയാക്ടിവിറ്റി ഷോൺ ബൈ കീറ്റോൺസ്. ലീസ്റ്റ് റിയാക്ടിവിറ്റി ഷോൺ ബൈ കീറ്റോൺസ്. എന്താണ് കീറ്റോൺസിന്റെ പ്രത്യേകത? നോക്കിക്കോളൂ, എന്താ കീറ്റോൺസിന്റെ പ്രത്യേകത? See that when this is polarizing as minus and plus, ഈ പോസിറ്റീവ് ചാർജിനെ രണ്ടുപേര് അതിനെ എന്താ പറയാ സേവ് ചെയ്യാനുണ്ട്. നോക്ക്, ദിസ് ഈസ് പ്രൊവൈഡിങ് പ്ലസ് ഐ ഇഫക്റ്റ് ആൻഡ് ദിസ് ഈസ് പ്രൊവൈഡിങ് പ്ലസ് ഐ ഇഫക്റ്റ്. രണ്ടുപേരുടെ പ്ലസ് ഐ ഇഫക്റ്റ് ഉണ്ട്, രണ്ടുപേരുടെ ഇലക്ട്രോൺ ഡൊണേറ്റിംഗ് എഫക്റ്റ് ഉണ്ട്. അപ്പൊ ഇവിടുത്തെ പോസിറ്റീവ് ചാർജ് പരമാവധി കുറയും. ഇലക്ട്രോഫിലിസിറ്റി വിൽ ബി കോമ്പൻസേറ്റഡ്. Therefore, that is least reactive. അപ്പോ ഫോർമാൽഡിഹൈഡ് മോസ്റ്റ് റിയാക്റ്റീവ്, ഹൈഡ്രജൻ മാത്രമേ ഉള്ളൂ, ഒരു എഫക്റ്റും ഇല്ല. മറ്റ് ആലിഫാറ്റിക് ആൽഡിഹൈഡ്സ് നെക്സ്റ്റ് റിയാക്റ്റീവ്, അരോമാറ്റിക് ആൽഡിഹൈഡ് നെക്സ്റ്റ് റിയാക്റ്റീവ്. കീറ്റോൺസ് ആർ ലീസ്റ്റ് റിയാക്റ്റീവ് ഡ്യൂ ടു ബോത്ത് ഇലക്ട്രോണിക് റീസൺ ആൻഡ് സ്റ്റെറിക് റീസൺസ്. നവനീത് എന്തോ ചോദിച്ചിട്ടുണ്ട്, സാർ അപ്പോൾ മോർ പോസിറ്റീവ് ആവും തോറും റിയാക്ടിവിറ്റി കൂടും എന്നാണോ? തീർച്ചയായും. റിയാക്ടിവിറ്റി ഈസ് ഗവേൺഡ് ബൈ ദ ഇലക്ട്രോഫിലിസിറ്റി ഓഫ് ദിസ് കാർബൺ. ഈ കാർബണിന്റെ ഇലക്ട്രോഫിലിസിറ്റി ആണ് റിയാക്ഷനെ സ്വാധീനിക്കുന്നത്. ആ
ആ കാർബണിൽ എത്രമാത്രം പോസിറ്റീവ് വരുന്നോ അത്രയും റിയാക്ടിവിറ്റി കൂടും. അപ്പൊ ഇവിടെ ഒരു എഫക്റ്റും ഇല്ല, സ്റ്റെറിക് എഫക്റ്റ് ഇല്ല, റെസൊണൻസ് എഫക്റ്റ് ഇല്ല, ഇലക്ട്രോണിക് എഫക്റ്റ് ഇല്ല, ഒന്നുമില്ല. സി പ്ലസ് മാക്സിമം ആയിരിക്കും. ഇവിടെ ഒരു പ്ലസ് ഐ ഇഫക്റ്റ് വന്നു, സി പ്ലസ് കുറഞ്ഞു. ഇവിടെ റെസൊണൻസ് വന്നു, സി പ്ലസ് കുറഞ്ഞു. ഇവിടെ പ്ലസ് ഐ ഇഫക്റ്റ് രണ്ടെണ്ണം വന്നു, പോരാത്തതിന് ഒരു സ്റ്റെറിക് ഹിൻഡ്രൻസ്. സോ കീറ്റോൺസ് ആർ ലീസ്റ്റ് റിയാക്റ്റീവ് ടുവേർഡ്സ് ന്യൂക്ലിയോഫിലിക് അഡിഷൻ റിയാക്ഷൻ എന്ന് പറയുന്നതിന്റെ കാരണം വേറൊന്നുമല്ല. ഈ ഭാഗത്തുനിന്ന് ഒരു ചോദ്യം നിങ്ങൾക്ക് ഉറപ്പായിട്ടും പ്രതീക്ഷിക്കാവുന്നതാണ്. അത് തീർച്ചയായിട്ടും നിങ്ങൾക്ക് ഈ ആശയങ്ങൾ അറിയാമെങ്കിൽ നിങ്ങൾക്ക് ട്രേസ് ചെയ്യാവുന്ന എക്സാമ്പിൾസേ തരുള്ളൂ. ഡോണ്ട് വറി അറ്റ് ഓൾ. ഈസ് ദാറ്റ് ക്ലിയർ? എന്തെങ്കിലും ഡൗട്ട് ഉണ്ടോ? ക്ലിയർ ആണ്, ക്ലിയർ ആണ്. ഓക്കെ, ഫൈൻ. അപ്പൊ ഇനി നമുക്ക് അതിന്റെ കുറച്ച് എക്സാമ്പിൾസ് ആണ്. ഇനി നമുക്ക് പഠിക്കാനുള്ളത് അതിന്റെ കുറച്ച് എക്സാമ്പിൾസ് ആണ്. Let us go through the various examples given for nucleophilic addition reaction. എന്തെങ്കിലും ഡൗട്ട് ഉണ്ടെങ്കിൽ പോസ്റ്റ് ചെയ്തോളൂ. We will come back and explain. ആ ഡൗട്ട് പോസ്റ്റ് ചെയ്യുമ്പോൾ ഏത് ഏരിയയാണ് എന്നുകൂടെ പറഞ്ഞ് ഡൗട്ട് എഴുതുക. അപ്പോൾ രണ്ട് ചോദ്യങ്ങൾ ഒഴിവാക്കാം, ആ ടൈം ലാഗ് ഒഴിവാക്കാം. ഇമീഡിയറ്റ്ലി ഐ ക്യാൻ ഗോ ബാക്ക് ടു ദാറ്റ് സെഗ്മെന്റ് ആൻഡ് എക്സ്പ്ലെയിൻ യുവർ ഡൗട്ട്. ഓക്കെ, യെസ്. Now the various examples given for nucleophilic addition reaction. ഇതൊക്കെ നമ്മളിപ്പോ പറഞ്ഞ പോയിന്റ്സ് ആണ് കേട്ടോ. ഇതൊക്കെ നമ്മളിപ്പോ പറഞ്ഞ പോയിന്റ്സ് ആണ്. ഇത് ഇപ്പോ ലേറ്റസ്റ്റ് ആയിട്ട് ഞാൻ പറഞ്ഞൊരു ടോപ്പിക്കാണ്, ഓർക്കുന്നുണ്ടാവണം. ദി polarity of carbonyl group is reduced in benzaldehyde due to resonance as shown below and hence it is less reactive than propanol. ഇവിടുത്തെ പോസിറ്റീവ് സെന്ററിനെ റെസൊണൻസിലൂടെ കുറയ്ക്കും. ഇപ്പൊ പറഞ്ഞതാ, ലേറ്റസ്റ്റ് പറഞ്ഞതാ. ഒന്നാമത്തെ റിയാക്ഷൻ ഓൾറെഡി നമ്മൾ പറഞ്ഞു കഴിഞ്ഞു. അഡിഷൻ ഓഫ് ഹൈഡ്രജൻ സയനൈഡ്. ഒന്നാമത്തെ റിയാക്ഷൻ അഡിഷൻ ഓഫ് ഹൈഡ്രജൻ സയനൈഡ് HCN. എന്താ റിയാക്ഷൻ നോക്കൂ. വി ടേക്ക് HCN വിത്ത് സം ആൽക്കലി. and you get the nucleophile CN minus C പ്ലസിലേക്ക് അറ്റാക്ക് ചെയ്യുന്നു and you get a tetrahedral intermediate. ആ O മൈനസ് ഒരു പ്രോട്ടോണിനെ ക്യാപ്ചർ ചെയ്യും and you get the final product. ഇത് ടെട്രാഹീഡ്രൽ സിസ്റ്റം ആണ്. ആ കോമ്പൗണ്ട് വിളിക്കുന്ന പേര് സയനോഹൈഡ്രിൻ എന്ന് വിളിക്കും. സയനോഹൈഡ്രിൻ നമ്മൾ ഓൾറെഡി എഴുതിയതാണിത്. ദിസ് പ്രോഡക്റ്റ് ഈസ് കോൾഡ് സയനോഹൈഡ്രിൻ. എന്താ സയനോഹൈഡ്രിൻ എന്ന പേര് വരാൻ കാരണം? വെരി സിമ്പിൾ. ദർ ഈസ് സയനോഹൈഡ്രിൻ. ആദ്യം CN മൈനസ് അറ്റാക്ക് ചെയ്യുന്നു, അത് കഴിഞ്ഞ് H പ്ലസ് പ്രോട്ടോൺ അബ്സ്ട്രാക്ട് ചെയ്ത് ഫൈനൽ പ്രൊഡക്റ്റ് ആയിട്ട് മാറുന്നു. This reaction occurs. Please try to give me an answer. Why? This reaction occurs very slowly with the pure HCN. Therefore, it is catalyzed by a base, and the generated cyanide ion, being a stronger nucleophile,
readily add to carbonyl compound to yield corresponding cyanohydrin. ഇതൊന്ന് ആർക്കാണ് ജസ്റ്റിഫൈ ചെയ്യാൻ പറ്റുക? ഇത് നമ്മൾ പ്യൂർ ആയിട്ട് ഉപയോഗിച്ചാൽ റിയാക്ഷൻ സ്ലോ ആയിട്ട് നടക്കും. പക്ഷെ കുറച്ച് ആൽക്കലി ആഡ് ചെയ്താൽ you will get free nucleophile and which can trigger the reaction pretty fast. Who can justify? ആർക്കെങ്കിലും അതൊന്ന് വിശദീകരിക്കാമോ? Why? ഒരു ആൽക്കലിയുടെ സാന്നിധ്യത്തില് റിയാക്ഷൻ കുറച്ചുകൂടെ പെട്ടെന്ന് ട്രിഗർ ചെയ്യുന്നതിന്റെ റീസൺ ആർക്കെങ്കിലും ഒന്ന് പറയാമോ? Why? പ്യൂർ HCN ആകുമ്പോൾ എന്തുകൊണ്ട് റിയാക്ഷൻ പതുക്കെ നടക്കുന്നു? ആർക്കെങ്കിലും ഒന്ന് പറയാമോ? Why? അറിയില്ല. The reason is very simple. This is a weak acid. HCN ഒരു weak acid ആണ് and this ionization is very weak. HCN ന്റെ ശരണ്യ അല്ല, അസിഡിക് ആണ്. HCN ആസിഡ് ആണ്, പക്ഷെ അതൊരു വീക്ക് ആസിഡ് ആണ്. അതിൽ നിന്ന് നമുക്ക് കാര്യമായിട്ട് സയനൈഡ് കിട്ടുന്നില്ല, കാരണം അതിന്റെ ഡിഗ്രി ഓഫ് ഡിസോസിയേഷൻ പൂവറാണ്. അപ്പൊ നമ്മൾ എന്ത് ചെയ്യുക? കുറച്ച് ആൽക്കലി ഒഴിക്കുക, അപ്പൊ നന്നായിട്ട് ഡിസോസിയേറ്റ് ചെയ്യും, അപ്പൊ നമുക്ക് ധാരാളം CN- കിട്ടും, അപ്പൊ റിയാക്ഷൻ നന്നായിട്ട് നടക്കും. ഇറ്റ്സ് ആസ് സിമ്പിൾ ആസ് ദാറ്റ്. And this stand a homework for next class. ഇത് അടുത്ത ക്ലാസ്സിലേക്കുള്ള ഒരു ഹോംവർക്ക് ആണ്. ഈ കിട്ടിയ സൈനോഹൈഡ്രിൻ ഉണ്ടല്ലോ, പറയുന്നു സൈനോഹൈഡ്രിൻസ് ആർ യൂസ്ഫുൾ സിന്തറ്റിക് ഇന്റർമീഡിയറ്റ്. ജസ്റ്റിഫൈ. And that stands your homework for the next class. How cyanohydrins justified, commented in the NCERT textbook. സൈനോഹൈഡ്രിൻസ് നല്ല സിന്തറ്റിക് ഇമ്പോർട്ടൻസ് ഉള്ള ഇന്റർമീഡിയറ്റ്സ് ആണ് എന്ന് പറഞ്ഞിരിക്കുന്നതിന്റെ അടിസ്ഥാനം എന്താണ്? Give me a justification in the next class, and that is your homework today. ഇനി വേറെ എന്തെങ്കിലും വരുമെങ്കിൽ അപ്പം തരാം, കേട്ടോ. അപ്പൊ ഇത് ഒന്നാമത്തെ ഒരു ഹോംവർക്ക് ആണ്, എഴുതി വെച്ചോളൂ. അടുത്ത ക്ലാസ്സിൽ വരുമ്പോൾ എനിക്ക് ഇതിന്റെ ജസ്റ്റിഫിക്കേഷൻ കൊണ്ടുവരിക. സൈനോഹൈഡ്രിൻസ് എന്ന് പറഞ്ഞ് നമുക്ക് ഇവിടെ കിട്ടിയ ഫൈനൽ പ്രോഡക്റ്റ് യൂസ്ഫുൾ സിന്തറ്റിക് ഇന്റർമീഡിയറ്റ്സ് എന്ന് പറഞ്ഞതിന്റെ ലോജിക് എന്താണ്? ദാറ്റ് ഈസ് വാട്ട് ദ ഹോംവർക്ക്, കേട്ടോ. യെസ്, അപ്പൊ ഈ റിയാക്ഷൻ എല്ലാവർക്കും മനസ്സിലായി എന്ന് വിചാരിക്കുന്നു. ദിസ് ഈസ് ന്യൂക്ലിയോഫിലിക് അഡീഷൻ റിയാക്ഷൻ. Nucleophilic addition reaction. We are switching on to the next one, addition of sodium hydrogen sulfite. Next is addition of sodium hydrogen sulfite. That is next. ഇതിനെയാണ് സോഡിയം ഹൈഡ്രജൻ സൾഫൈറ്റ് എന്ന് പറയുന്നത്. സോഡിയം ഹൈഡ്രജൻ സൾഫൈറ്റ് അല്ലെങ്കിൽ സോഡിയം ബൈസൾഫൈറ്റ് എന്ന് പറയും. ഇറ്റ് ഈസ് അയോണൈസിംഗ് ഓവർ ദിസ് റീജിയൻ. യു ഹാവ് Na+ ആൻഡ് HSO4-. ദിസ് ഈസ് ഡെൽറ്റ മൈനസ് ആൻഡ് ദിസ് ഈസ് ഡെൽറ്റ പ്ലസ്. ഈ മൈനസ് യൂണിറ്റ് ഇവിടെ ബൗണ്ട് ചെയ്യും ആൻഡ് O- Na+ വരും. യു വിൽ ഗെറ്റ് double bond turn single bond and you get ONA and carbon connected with the OSO2H എന്ന് വെച്ചാൽ HSO3. അത് അറിയാലോ അല്ലെ, ഇങ്ങനെയാണ് സാധനം. HSO3 ONaO. ഇതിൽ ഒരു സിംഗിൾ ബോണ്ട് മതി, ഡബിൾ ബോണ്ട് വേണ്ട. ശരി, അപ്പോ ഇവിടെ OH, ഇവിടെ ഒരു ലോൺ പെയർ. ഇതാണ് സാധനം. എന്ത്? NaHSO3 എന്ന് പറയുന്ന സാധനം ഇതാണ്.
ഇതില് ഇത് Na പ്ലസും ഇത് O മൈനസും. ഈ O മൈനസ് ആണ് ഇവിടെ ലിങ്ക് ചെയ്യുക കേട്ടോ. ആൻഡ് Na പ്ലസ് വിത്ത് ഓക്സിജൻ. അപ്പൊ അതിന്റെ സ്ട്രക്ചർ എങ്ങനെയുണ്ടാവും എന്ന് ഊഹിക്കാമല്ലോ. കാർബൺ 2 വാലൻസി, OS, ഒരു ലോൺ പെയർ, ഒരു ഡബിൾ ബോണ്ട്, പിന്നെയും പിന്നെ ഒരു OH. ഇങ്ങനെ ഇങ്ങനെ. അതാണ് OSO2H എന്ന് പറയാൻ കാരണം. OSO2H എന്ന് എഴുതാൻ കാരണം അതാണ്. ഇവിടെ ONA, ഇവിടെ ONA, ഇവിടെ ഇത് മൈനസും ഇത് പ്ലസും സോൾട്ട് ആയിട്ടാണ്. And now there is a proton transfer. Now there is a proton transfer. നോക്കൂ, ഈ H ഇങ്ങോട്ട് വരും, ഈ Na ഇങ്ങോട്ട് പോകും. ഈ H ഇങ്ങോട്ട് വരും, ഈ Na അങ്ങോട്ട് പോകും. അതാണ് പ്രോട്ടോൺ ട്രാൻസ്ഫർ എന്ന് പറഞ്ഞിരിക്കുന്നത്. അപ്പോ ONA എന്തായിട്ട് മാറും? OH ആയിട്ട് മാറും. OSO2H എന്തായിട്ട് മാറും? OSO2Na ആയിട്ട് മാറും. And that is the final product. ഇതാണ് ഫൈനൽ പ്രോഡക്റ്റ്. ബൈസൾഫൈറ്റ് അഡിഷൻ കോമ്പൗണ്ട് എന്ന് പറയും. ദിസ് ഈസ് ഒബ്റ്റൈൻഡ് ആസ് എ precipitate. ഇതൊരു ക്രിസ്റ്റലൈൻ precipitate ആയിട്ട് ലഭിക്കും. And that in fact is a very simple convenient test for checking the lower aldehydes and ketones. Simple aldehydes ketones മാത്രമേ, ഈവൻ കീറ്റോൺസ് ഇതിൽ റിയാക്ടിവിറ്റി കുറവാണ്. സിമ്പിൾ ആൽഡിഹൈഡ്സിനാണ് ഈ റിയാക്ഷൻ ഫലപ്രദമായിട്ട് നടക്കുക. കീറ്റോൺസിന് പോലും റിയാക്ടിവിറ്റി ഇത് കുറവാണ് എന്ന് പറയാം. സിമ്പിൾ ആൽഡിഹൈഡ്സിനെ ടെസ്റ്റ് ചെയ്യാൻ ഏറ്റവും ഫലപ്രദമായിട്ടുള്ള ഒരു മെത്തേഡാണ് ഈ പറയുന്ന റിയാക്ഷൻ വിത്ത് സോഡിയം ഹൈഡ്രജൻ സൾഫൈറ്റ്. ഇവിടെ ഒരു കമന്റ് പറഞ്ഞിട്ടുണ്ട്. ഇവിടെ പറഞ്ഞിരിക്കുന്ന ഈ കമന്റ് ഒന്ന് നോക്കുക. The position of equilibrium largely lies to right hand side for most aldehydes and left hand side for most ketones. കീറ്റോൺസിന് ഈ ഇക്വിലിബ്രിയം ഇവിടെ ആയിരിക്കും. കീറ്റോൺസിന് ഈ ഇക്വിലിബ്രിയം ഇവിടെ ആയിരിക്കും. ആൽഡിഹൈഡ്സിന് ഈ ഇക്വിലിബ്രിയം ഇവിടെ ആയിരിക്കും. ആൽഡിഹൈഡ്സ് ആണെങ്കിൽ അത്യാവശ്യം നന്നായിട്ട് റിയാക്ട് ചെയ്യും. കീറ്റോൺസ് ആണെങ്കിൽ റിയാക്ടിവിറ്റി കുറവായിരിക്കും. അതിന്റെ റീസൺ ഓൾറെഡി നമ്മൾ കമന്റ് ചെയ്ത് കഴിഞ്ഞതാണ്. കീറ്റോൺസ് ആർ ലെസ് റിയാക്റ്റീവ് പറഞ്ഞല്ലോ. The hydrogen sulfide addition compound is water soluble and can be converted back to original carbonyl compound by treating it with dilute mineral acid or alkali. Therefore, these are useful for separation and purification and for aldehydes. ആൽഡിഹൈഡ്സിന്റെ സെപ്പറേഷനും പ്യൂരിഫിക്കേഷനും അതിഗംഭീരമായിട്ടുള്ള ഒരു സിമ്പിൾ ടെക്നിക്കാണ് ഈ റിയാക്ഷൻ. കാരണം ഈ കിട്ടുന്ന പ്രോഡക്റ്റ് വാട്ടർ സോല്യൂബിൾ ആണ്. When this is treated with a dilute acid, you will get back the aldehyde. ആൽഡിഹൈഡ് തിരിച്ചു കിട്ടും. അപ്പൊ നിങ്ങളുടെ കയ്യിൽ ഒരു ഇംപ്യൂർ സാമ്പിൾ ഓഫ് എത്തനാൽ ഉണ്ടെന്ന് വിചാരിക്കാം. നിങ്ങളുടെ കയ്യിൽ ഒരു ഇംപ്യൂർ സാമ്പിൾ ഓഫ് അസറ്റാൽഡിഹൈഡ് ഉണ്ടെന്ന് വിചാരിക്കാം. അവരെ സെപ്പറേറ്റ് ചെയ്യാൻ ഏറ്റവും നല്ല മാർഗമാണ് എന്ത്? സോഡിയം ബൈസൾഫൈറ്റ് അഡിഷൻ റിയാക്ഷൻ. അതിലേക്ക് കുറച്ച് സോഡിയം ബൈസൾഫൈറ്റ് ആഡ് ചെയ്യാം. നമ്മുടെ ആൽഡിഹൈഡ്സ് കംപ്ലീറ്റ് ആയിട്ട് അയാളുമായിട്ട് റിയാക്ട് ചെയ്യും. യു ഗെറ്റ് സോളിഡ് പ്രൊഡക്റ്റ്. അതിനെ ഫിൽട്ടർ ചെയ്ത് മാറ്റുക. Take it into next vessel and add some dilute mineral acid. You will get back the aldehyde. It is as simple as that. Clear ആണോ മക്കളെ? Clear ആണോ? എന്തെങ്കിലും സംശയമുണ്ടോ? എന്തെങ്കിലും സംശയം ആർക്കെങ്കിലും ഉണ്ടോ?
ഒരിക്കൽ കൂടെ പറയാം, ശ്രദ്ധിച്ച് കേൾക്കുക. Na+ഉം HSO3 മൈനസും, ഇതാണ് HSO3 മൈനസ്. ഇയാള് C+ൽ അറ്റാക്ക് ചെയ്യും. ഓയുടെ കൂടെ Na+ വരും. യു വിൽ ഗെറ്റ് അഡിഷൻ പ്രൊഡക്റ്റ് ലൈക്ക് ദിസ്. ഇനി ഇവിടെ ഒരു പ്രോട്ടോൺ ട്രാൻസ്ഫർ ആണ്. ഈ H ഇങ്ങോട്ടും ഈ Na ഇങ്ങോട്ടും മാറും. There is a proton transfer to get the final product. Bisulfite addition product. Yes. ആർക്കും സംശയമൊന്നുമില്ല എങ്കിൽ എനിക്കൊരു സംശയം അങ്ങോട്ട് ചോദിക്കാനുണ്ട്. നിങ്ങൾക്ക് സംശയമൊന്നും ഇല്ലാത്ത സ്ഥിതിക്ക് ഒരു സംശയം എനിക്ക് അങ്ങോട്ട് ചോദിക്കാനുണ്ട്. എന്തിനാണ് ആ ഒരു പ്രോട്ടോൺ ട്രാൻസ്ഫർ നടന്നത്? ഇവിടെയുള്ള H+ എന്തിന് ഇങ്ങോട്ട് വന്നു? ഇവിടെയുള്ള Na എന്തിന് അങ്ങോട്ട് പോയി? എന്തുകൊണ്ട് ആ രണ്ട് ഗ്രൂപ്പുകളും മാറി? എന്തുകൊണ്ട് ഇവിടെ സോൾട്ട് ആയി, ഇവിടെ അല്ല സോൾട്ട്? വൈ സോ? എവിടെയാണ് സോൾട്ട് ഫോം ചെയ്തിരിക്കുന്നത് നോക്കുക. എവിടെയാണ് സോൾട്ട് ഫോം ചെയ്തിരിക്കുന്നത് നോക്കുക. നേരത്തെ സോൾട്ട് ഫോം ചെയ്തത് ഇവിടെയായിരുന്നു. അവസാനം അത് സോൾട്ട് ഇവിടെയായിട്ട് മാറി. അതെന്തുകൊണ്ട്? ആർക്കെങ്കിലും പറയാമോ? Can anybody comment? Why? ശരണ്യ, റീഅറേഞ്ച്മെന്റ് എന്ന്. ശരണ്യ, ചുമ്മാ അങ്ങ് റീഅറേഞ്ച്മെന്റ് ചെയ്യാം. എന്ത് നടക്കുന്നതിനും ഒരു ജസ്റ്റിഫിക്കേഷൻ വേണ്ടടോ. എന്ത് നടക്കുന്നതിനും ഒരു ജസ്റ്റിഫിക്കേഷൻ വേണ്ടേ? അവിടെയുള്ള H+ ഇങ്ങോട്ട് വന്ന് ഇവിടെയുള്ള Na+ അങ്ങോട്ട് പോകുന്നതിന് ഒരു ജസ്റ്റിഫിക്കേഷൻ വേണ്ടേ? ദേവിക, OHന്റെ സ്റ്റെബിലിറ്റി ആണോ സർ? അതൊരു ലോജിക്കാണ്. സർ, ഈ ക്ലാസ് JEE സഫീഷ്യന്റ് ആണോ? Many of the points discussed in the class is highly useful for JEE exam because I am talking beyond the syllabus content many times. പലപ്പോഴും NCERT കണ്ടന്റിന്റെ മുകളിലേക്ക് ഒരു കോമ്പറ്റേറ്റീവ് സ്റ്റൈലിലേക്ക് ഞാൻ പലപ്പോഴും സംസാരിക്കുന്നുണ്ട്. അത് JEEക്ക് യൂസ്ഫുൾ ആണ്. അഫ്കോഴ്സ് ഇത് എന്താ പറയുക, നമ്മുടെ സിലബസിന്റെ റൂട്ടിലൂടെയുള്ള യാത്രയാണ്. അഫ്കോഴ്സ് സിലബസിലുള്ള കണ്ടന്റ് സ്ട്രോങ് ആക്കിയാൽ മാത്രമേ JEEക്കാണെങ്കിലും ഏത് കോമ്പറ്റേറ്റീവ് എക്സാമിനാണെങ്കിലും പെർഫോം ചെയ്യാൻ സാധിക്കുള്ളൂ. ഇൻ ദാറ്റ് ഗ്രൗണ്ട് ഇറ്റ്സ് വെരി വെരി ഇമ്പോർട്ടൻറ്റ്. പക്ഷെ എക്സാമിന്റെ അടുത്ത് വന്ന് നിൽക്കുമ്പോൾ ഇത് കണ്ടാൽ JEE കിട്ടുമെന്ന് ചോദിച്ചാൽ ഹോപ്പ് യു ഗെറ്റ് ദി ആൻസർ. അങ്ങനെയല്ല, മനസ്സിലായില്ലേ? JEE എന്നല്ല, ഏത് എക്സാം ആണെങ്കിലും ശരി, അതിന്റെ ഗ്രൗണ്ട് ലെവലില് കോൺസെപ്റ്റ് ക്ലിയർ ആയിരിക്കണം. അപ്പൊ അതിന് ഈ കാണുന്ന ക്ലാസ്സുകൾ ഹൈലി യൂസ്ഫുൾ ആയിരിക്കും, ഒരു സംശയവും ഇല്ല. നമ്പർ 1. നമ്പർ 2, അതിനപ്പുറത്തേക്ക് ഞാൻ ഈ പറയുന്ന ഓരോ കാര്യങ്ങളും ഓരോ കോൺസെപ്റ്റും പറയുന്ന സമയത്ത് അതിന്റെ ഡെപ്തിലേക്ക് പോകുന്ന ഓരോ കണ്ടന്റും JEEക്ക് ഹൈലി യൂസ്ഫുൾ ആണ്. അതിൽ സംശയമൊന്നുമില്ല. ദേവിക, OHന്റെ സ്റ്റെബിലിറ്റി, OH അതൊരു ലോജിക്കലി ഓക്കെയാണ്, പക്ഷെ അതല്ല ആൻസർ. ആർക്കും അറിയില്ല. മക്കളെ, യു ജസ്റ്റ് തിങ്ക് ഹൂ വിൽ ബി സോൾട്ട്. ആരാണ് സോൾട്ട് ആയിട്ട് നിൽക്കുക? ആരാണ് സോൾട്ട് ആയിട്ട് നിൽക്കുക? ഇയാളാണോ സോൾട്ട് ആയിട്ട് നിൽക്കേണ്ടത്, അതോ ഇതാണോ സോൾട്ട് ആയിട്ട് നിൽക്കേണ്ടത്? ഇതും അസിഡിക് ആണ്, ഇതും അസിഡിക് ആണ്. അറിഞ്ഞിരിക്കുക, ആരാണോ കൂടുതൽ അസിഡിക് അയാളല്ലേ സോൾട്ട് ആയിട്ട് നിൽക്കുക. ഹൂ എവർ ഈസ് മോർ അസിഡിക് അതല്ലേടോ സോൾട്ട് ഫോം ചെയ്യേണ്ടത്. OH ഗ്രൂപ്പും സൾഫോണിക് ആസിഡ് ഗ്രൂപ്പും കമ്പയർ ചെയ്താൽ നോ ഡൗട്ട് സൾഫോണിക് ആസിഡ് ഗ്രൂപ്പ് ഈസ് മോർ അസിഡിക് ഇൻ നേച്ചർ. ദിസ് ഈസ് മോർ അസിഡിക്. ദിസ് ഈസ് മോർ അസിഡിക്. ഓബ്വിയസ്ലി ഈ ഗ്രൂപ്പ് അല്ലേ സോൾട്ട് ആയിട്ട് നിൽക്കേണ്ടത്, അല്ലാതെ ഇതാണോ സോൾട്ട് ആയിട്ട് നിൽക്കുക? അല്ല. OH ഗ്രൂപ്പ് താരതമ്യേന ലെസ് അസിഡിക് ആണ്. ആരാണോ മോർ അസിഡിക് അയാളാണ് H+ വിട്ടുകൊടുക്കുക.
എന്താണ് മോർ അസിഡിക് എന്ന് വെച്ചാൽ പ്ലസ് ലാവിഷ് ആയിട്ട് വിട്ടുകൊടുക്കുന്ന ആള്. അപ്പൊ ഇവിടെ OH ഉണ്ട്, SO3H ഉണ്ട്. ആരാണ് കൂടുതൽ അസിഡിക് എന്ന് ചോദിച്ചാൽ ഒരു സംശയവും ഇല്ല, SO3H ആണ്. സോ ദാറ്റ് വിൽ ലൂസ് H പ്ലസ്, ദാറ്റ് വിൽ ബി ഇൻ ദ ഫോം ഓഫ് സോൾട്ട് ആൻഡ് OH വിൽ ബി ഇൻ ദ ഫോം ഓഫ് OH. ക്ലിയർ അല്ലേ? യെസ്. ആലിസ് ലിയോ, യു ആർ വെൽക്കം. യെസ്. ശരണ്യ ക്ലിയർ ആണോ? ദേവിക ക്ലിയർ ആണോ? ഈ രണ്ട് ഗ്രൂപ്പില് ഇയാളാണ് മോർ അസിഡിക്. അപ്പൊ അയാൾ H പ്ലസ് വിട്ടുകൊടുക്കും, സോൾട്ട് ആയിട്ട് മാറും. ഇയാളല്ല സോൾട്ട് ആയിട്ട് മാറുക. യെസ്, that's it. I hope that reaction is also clear. And ഈ റിയാക്ഷൻ ഞാൻ വീണ്ടും ഒന്ന് ചർച്ച എടുക്കുന്നില്ല. ഹോപ്പ് ഇറ്റ് ഈസ് നോട്ട് നെസസറി. ആർക്കെങ്കിലും ആവശ്യമുണ്ടെങ്കിൽ പറയാം. ഇത് നമ്മള് ഡീറ്റെയിൽ ആയിട്ട് ഡിസ്കസ് ചെയ്താണ്. അഡീഷൻ ഓഫ് ഗ്രിഗ്നാർഡ് റിയേജന്റ് വിത്ത് കാർബോണൈൽ കോമ്പൗണ്ട്സ് ഡിസ്കസ് ചെയ്തതാണ്. ഒന്ന് റിവ്യൂ ചെയ്യാമോ? ഫോർമാൽഡിഹൈഡ് reacting with the Grignard reagent, you get a primary alcohol. Any other aldehyde with the Grignard reagent, you get a secondary alcohol. A ketone with the Grignard reagent, you get a tertiary alcohol. ഓർമ്മയുണ്ടോ? ഒന്നുകൂടെ പറയണോ? അത് ഒന്ന് റിവൈസ് ചെയ്തോളില്ലേ? അതോ ഞാൻ പറയണോ? ഒന്നുകൂടെ പറയണോ? ഏതാനും ദിവസങ്ങൾക്ക് മുൻപാണ് അത് നമ്മൾ ചർച്ച ചെയ്തത്. ഫോർമാൽഡിഹൈഡ് ആണെങ്കിൽ, മെത്തനാൽ ആണെങ്കിൽ പ്രൈമറി ആൽക്കഹോൾ കിട്ടും. ഹയർ ആൽഡിഹൈഡ് ആണെങ്കിൽ സെക്കൻഡറി ആൽക്കഹോൾ കിട്ടും. കീറ്റോൺ ആണെങ്കിൽ ടെർഷ്യറി ആൽക്കഹോൾ കിട്ടും. യാ, ഫൈൻ. യെസ്, ഗുഡ്. And I think I told you once to go through the other reactions. അത് ഞാൻ പറഞ്ഞിരുന്നു നിങ്ങളോട്. എന്താ? ഫോർമാൽഡിഹൈഡ്, ഹയർ ആൽഡിഹൈഡ്, കീറ്റോൺ, അത്രയുമാണ് ടെക്സ്റ്റിൽ പഠിക്കുന്നത്. അതിന്റെ അപ്പുറത്തേക്ക് നിങ്ങൾ സയനൈഡ് നോക്കണം, HCN നോക്കണം, എന്താ പറയാ, എപ്പോക്സൈഡ് നോക്കണം. അതൊക്കെ പറഞ്ഞിരുന്നു ഞാൻ. ഫോർമിക് ആസിഡിന്റെ എസ്റ്റേഴ്സ് നോക്കണം എന്നൊക്കെ പറഞ്ഞിരുന്നു. നോക്കാൻ പറഞ്ഞിരുന്നു എന്നാണ് എൻ്റെ ഒരു ഓർമ്മ. ഹാവ് വി ഡിസ്കസ്ഡ് ദാറ്റ്? സാർ പഠിക്കും എന്ന് പറഞ്ഞിരുന്നു. ഞാനോ? എനിക്ക് വയ്യ, നിങ്ങൾ തന്നെ പഠിക്കണം. അത് നമ്മൾ ഡിസ്കസ് ചെയ്തിരുന്നോ എന്നൊന്ന് മെസ്സേജ് ചെയ്യാമോ? അതായത് ഫോർമാൽഡിഹൈഡ്, അതർ ആൽഡിഹൈഡ്സ്, കീറ്റോൺസ് അല്ലാതെ ഏതെങ്കിലും കേസ് പിന്നീട് പഠിക്കും എന്ന് പറഞ്ഞു അല്ലേ? ഓക്കെ. അപ്പോ അത് ഞാൻ നിങ്ങൾക്കൊരു വർക്ക് തരുവാണ്. അതും നമുക്ക് അടുത്ത ക്ലാസ്സുകളിൽ നോക്കാവുന്നതാണ്. And that you can take it as another homework. അത് അടുത്ത ക്ലാസ്സിലേക്കുള്ള ഒരു ഹോംവർക്ക് ആയിട്ടിരിക്കട്ടെ. ഇതാണ് സംഭവം. എന്ത്? Grignard reagent വേഴ്സസ് 1 HCHO നമ്മൾ പഠിച്ചു, 2 RCHO നമ്മൾ പഠിച്ചു, 3 കീറ്റോൺസ് CH3 COCH3 നമ്മൾ പഠിച്ചു, 4 HCN നിങ്ങൾ ട്രൈ ചെയ്യുക, 5 RCN നമ്മൾ കഴിഞ്ഞ ക്ലാസ്സിൽ പഠിച്ചു, 6 എപ്പോക്സൈഡ് നിങ്ങൾ ട്രൈ ചെയ്യുക, 7 സബ്സ്റ്റിറ്റ്യൂട്ടഡ് എപ്പോക്സൈഡ് ട്രൈ ചെയ്യുക, 8 HCOOR അല്ലെങ്കിൽ R
അത് ട്രൈ ചെയ്യാം. 9 RCOOR' അത് ട്രൈ ചെയ്യാം. ഇതില് നമ്മൾ പഠിച്ചത് ഞാൻ പറയാം. ഇത് നമ്മൾ പഠിച്ചതാണ്, റിവൈസ് ചെയ്യാം. ഇത് പഠിച്ചതാണ്, റിവൈസ് ചെയ്യാം. ഇത് പഠിച്ചതാണ്, റിവൈസ് ചെയ്യാം. ഇത് പഠിച്ചതാണ്, റിവൈസ് ചെയ്യാം. ബാക്കിയുള്ളത് ഒന്ന് കണ്ടുപിടിക്കുക. വി ക്യാൻ ഡിസ്കസ് ഇൻ ദ നെക്സ്റ്റ് ക്ലാസ്. ഏത്? ഇവിടെ എന്ത് സംഭവിക്കും? ഈ 3 എന്താണ് സംഭവിക്കുക? ഇവിടെ എന്താണ് സംഭവിക്കുക? യു ട്രൈ ടു ഫൈൻഡ് ഔട്ട്. അപ്പൊ ഇപ്പോ ആ പഠിപ്പിച്ചത് വീണ്ടും ഒന്ന് നോക്കുക. നമ്പർ 1. നമ്പർ 2, ബാക്കി വരുന്ന എത്ര ഉണ്ട്? 1, 2, 3, 4, 5 ആ 5 കേസ് എങ്ങനെ വരും എന്ന് നിങ്ങൾ ഒന്ന് അനലൈസ് ചെയ്ത് ഒന്ന് കൊണ്ടുവരിക. That we can take up and discuss in the next class. നിങ്ങൾ പഠിക്കുക, പഠിച്ചിട്ട് വരിക. Find out. Okay. And we can discuss in the next class. അതൊരു ഹോംവർക്ക് ആയിട്ട് തന്നെ എഴുതിയിട്ടുള്ളൂ, അതാ നല്ലത്. ഇതൊരു ഹോംവർക്ക് ആയിട്ട് തന്നെ എഴുതിയിട്ടുള്ളൂ. അപ്പൊ ഹോംവർക്ക് നമ്പർ 2. ഹോംവർക്ക് നമ്പർ 2. ഒന്നാമത്തേത് നേരത്തെ എന്തോന്ന് ഞാൻ പറഞ്ഞു, മറന്നുപോയി. ഇത് രണ്ടാമത്തെ. യെസ്. അടുത്തത് അഡിഷൻ ഓഫ് ആൽക്കഹോൾ. അതൊരു പ്രധാനപ്പെട്ട പോയിന്റ് ആണ് കേട്ടോ. അഡിഷൻ ഓഫ് ആൽക്കഹോൾ ഇതൊരു പ്രധാനപ്പെട്ട പോയിന്റ് ആണ്, നന്നായിട്ട് മനസ്സിലാക്കണം. അഡിഷൻ ഓഫ് ആൽക്കഹോൾ. ആൽഡിഹൈഡ് റിയാക്ട് വിത്ത് 1 equivalent of monohydric alcohol in presence of dry hydrogen chloride to yield ആൽക്കോക്സി ആൽക്കഹോൾ. ഇതിനെയാണ് ആൽക്കോക്സി ആൽക്കഹോൾ എന്ന് പറയുന്നത്. ദിസ് ഈസ് കോൾഡ് ആൽക്കോക്സി ആൽക്കഹോൾ. ആൽക്കഹോൾ ഓൾസോ കോൾഡ് ഹെമി അസെറ്റാൾ. ഹെമി അസെറ്റാൾ which further react with 1 more molecule of alcohol to give a gem dialkoxy compound. This is gem dialkoxy compound. അതിനെ അസെറ്റാൾ എന്ന് വിളിക്കും. അസെറ്റാൾ. എങ്ങനെയാണ് റിയാക്ഷൻ എന്ന് നോക്കുക കേട്ടോ. This is the reaction RCHO, which is polarizing as delta minus and delta plus, and this will be polarizing as R dash OH, delta plus delta minus. ഇനി ഒന്ന് ആലോചിച്ച മക്കളെ, ഈ യൂണിറ്റ് എവിടെ അറ്റാക്ക് ചെയ്യും? ഇവിടെ അറ്റാക്ക് ചെയ്യും. ഈ O മൈനസിന്റെ കൂടെ H പ്ലസ് വരും. സോ യു ഗെറ്റ് R CH CH OR dash സിംഗിൾ ബോണ്ട്, ഡബിൾ ബോണ്ട് സിംഗിൾ ബോണ്ട് ആവും. OH. I repeat, R CH OR dash. ഈ സിയിലേക്ക് OR dash. ഇനി ഈ ഡബിൾ ബോണ്ട് മാറിയിട്ട് സിംഗിൾ ബോണ്ട് ആവും. OH. That is called hemiacetal. Hemiacetal. ആ ഹെമി അസെറ്റാലിനെ എന്ത് വിളിക്കാം? ആൽക്കോക്സി ആൽക്കഹോൾ. അതെന്താ ആൽക്കോക്സി ആൽക്കഹോൾ എന്ന് വെച്ചാൽ ദിസ് ഈസ് കോൾഡ് ആൽക്കോക്സി. ഇതിനെയാണ് ആൽക്കോക്സി എന്ന് വിളിക്കുന്നത്. ഇതിനെ ആൽക്കഹോൾ എന്നും. ആൽക്കോക്സി ആൽക്കഹോൾ. അതിന്റെ വേറൊരു പേരാണ് ഹെമി അസെറ്റാൾ.
ഹെമി അസെറ്റാൽ. ആ ഫസ്റ്റ് സ്റ്റെപ്പ് എല്ലാവർക്കും മനസ്സിലായി എന്ന് വിചാരിക്കുന്നു. The reaction is triggered by HCl gas. The reaction is triggered by HCl gas. ഇനി രണ്ടാമത്തെ റിയാക്ഷൻ, ഇതെല്ലാവരും നോട്ട് ചെയ്തു എന്ന് വിചാരിക്കുന്നു. ഇനി രണ്ടാമത്തെ റിയാക്ഷൻ, this is further reacting with R-OH. ഇത് വീണ്ടും R-OH റിയാക്ട് ചെയ്യുന്നു. എന്ത് സംഭവിക്കും നോക്കടാ? OH-ഉം H-ഉം വാട്ടർ ആയിട്ട് പോയി എന്ന് വിചാരിക്കൂ. അവിടെ OR- ഇവിടെ ഒന്നുകൂടെ വരും. ഇവിടെ ഓൾറെഡി OR- ഉണ്ട്. ഇവിടെയും OH പോയിട്ട് OR- ആവും. ആൻഡ് ദാറ്റ് ഈസ് ജം ഡൈ ആൽക്കോക്സി. ജം ഡൈ ആൽക്കോക്സി. ജം എന്ന് വെച്ചാൽ ഒരേ കാർബണില് രണ്ട് ആൽക്കോക്സി. ജം ഡൈ ആൽക്കോക്സി. അതിനെ അസെറ്റാൽ എന്ന് വിളിക്കും. അസെറ്റാൽ. അപ്പൊ ആദ്യം ഒരു ഹെമി അസെറ്റാൽ കിട്ടും. വീണ്ടും ഒരു പ്രാവശ്യം കൂടെ റിയാക്ഷൻ നടന്ന് അസെറ്റാൽ കിട്ടും. ദാറ്റ് ഈസ് എ റിയാക്ഷൻ. അണ്ടർസ്റ്റാൻഡ്? ദ റിയാക്ഷൻ ഈസ് കെറ്റലൈസ്ഡ് ബൈ HCl ഗ്യാസ്. HCl ഗ്യാസ് ഉപയോഗിച്ചാൽ റിയാക്ഷൻ ഇങ്ങോട്ട് പോകും. ഡൈല്യൂട്ട് HCl ഉപയോഗിച്ച് കഴിഞ്ഞാൽ റിയാക്ഷൻ ഇങ്ങോട്ട് വരും. അപ്പൊ ഈ കിട്ടിയ ആളെ തിരിച്ച് ഇങ്ങോട്ട് മാറ്റാൻ ഒരു ബുദ്ധിമുട്ടും ഇല്ല. ഇറ്റ് ഈസ് ഈസിലി ഇന്റർ കൺവെർട്ടബിൾ. ഡൈല്യൂട്ട് ആസിഡ് മീഡിയത്തില് ആൽഡിഹൈഡ് പാർട്ടിലേക്ക് തിരിച്ചു വരും. ഡ്രൈ HCl ഗ്യാസിന്റെ പ്രസൻസിലാണ് ഫോർവേഡ് റിയാക്ഷനിലേക്ക് പോവുക. കാരണം ഡൈല്യൂട്ട് ആസിഡ് മീഡിയത്തിൽ ഹൈഡ്രോളിസിസ് നടക്കും. ഡൈല്യൂട്ട് ആസിഡ് മീഡിയത്തിൽ ഈ രണ്ട് യൂണിറ്റും ഹൈഡ്രോളിസിസ് നടന്ന് അങ്ങോട്ട് പോകും. ഹൈഡ്രോളിസിസ് നടന്നാൽ തിരിച്ചങ്ങോട്ട് പോകും. ഹൈഡ്രോളിസിസ് നടന്നാൽ എന്താ നടക്കുക? രണ്ട് OH ആയിട്ട് മാറും. രണ്ട് OH എന്തായിട്ട് മാറും? ഉടനെ ആൽഡിഹൈഡ് ആയിട്ട് മാറും. കോൺസെൻട്രേറ്റഡ് ആണ് എങ്കിൽ ആ ഹൈഡ്രോളിസിസ് അത്ര ഇഫക്റ്റീവ് അല്ല. എന്നാലും അങ്ങോട്ട് പോകും. ഡൈല്യൂട്ട് ആസിഡ് എന്ന് എടുത്തു പറയാൻ കാരണം ഡൈല്യൂട്ട് ആസിഡിന്റെ പ്രസൻസിൽ ഇഫക്റ്റീവ് ഹൈഡ്രോളിസിസ് നടക്കും. യെസ് ദേവിക ഒന്നുകൂടെ പറയാം. വേണമെങ്കിൽ ഞാൻ സെപ്പറേറ്റ് എഴുതാം കേട്ടോ. ഇവിടെ നോക്ക്. RCHO polarizing as minus and plus, right? എന്ത് കിട്ടും? And that is interacting with the R-OH. This will break as plus and minus. And the reaction is triggered by dry HCl gas. കാരണം ഈ റിയാക്ഷൻ തുടങ്ങുന്നത് പ്രോട്ടോണേഷനിലൂടെയാണ്. അപ്പൊ H+ വേണം, അപ്പോഴാണ് ഈ റിയാക്ഷൻ നടക്കുക. H+ വേണം, അപ്പോഴാണ് റിയാക്ഷൻ നടക്കുക. ഇനി നോക്കൂ, ഇതാ ഈ യൂണിറ്റ് ഇവിടേക്ക് കണക്ട് ചെയ്തു. ഈ O- കൂടെ H വന്നു. വാട്ട് യു ഗെറ്റ്? RCOR-OH എന്ന് കിട്ടി. RCOR-OH എന്ന് കിട്ടി. ഇതിനെയാണ് ഹെമി അസെറ്റാൽ എന്ന് വിളിച്ചത്. ഹെമി അസെറ്റാൽ. And this again reacting with R-OH. ഇവിടെ വെച്ച് ബ്രേക്ക് ചെയ്യും, പ്ലസും മൈനസും. ഇത് ഇവിടെ വെച്ച് ബ്രേക്ക് ചെയ്യും, മൈനസും പ്ലസും. ഈ പ്ലസിലേക്ക് വീണ്ടും ഇയാൾ ഒരിക്കൽ കൂടെ വന്ന് കണക്ട് ചെയ്യും. ആൻഡ് യു ഗെറ്റ് RCO. ഇവിടെ ഒരു H കൂടി ഉണ്ട് കേട്ടോ. CH ഉണ്ട്. ഈ Hനെ ഞാൻ പറയാൻ വിട്ടുപോയി. RCH OR- ഓൾറെഡി ഉണ്ട്, ഒരെണ്ണം കൂടെ വരും, OR-. ആൻഡ് ദിസ് ഈസ് കോൾഡ് അസെറ്റാൽ. ദേവിക ക്ലിയർ ആണോ?
This reaction is triggered by dry HCl gas. എന്തിനാ ഡ്രൈ HCl ഗ്യാസ്? H+ ആണ് റിയാക്ഷനെ ട്രിഗർ ചെയ്യുന്നത്. H+ ആണ് റിയാക്ഷനെ ട്രിഗർ ചെയ്യുന്നത്. അപ്പൊ സാർ HCl സൊല്യൂഷൻ ഉപയോഗിച്ചാൽ പോരെ? HCl സൊല്യൂഷൻ ഉപയോഗിച്ച് കഴിഞ്ഞാൽ H+ കിട്ടും. പക്ഷേ ഈ സൊല്യൂഷൻ ഒരു പ്രത്യേകതയുണ്ട്. ഇറ്റ് ഓൾസോ പ്രൊമോട്ട് ഹൈഡ്രോളിസിസ്. ഈ പ്രോഡക്റ്റ് ഹൈഡ്രോളൈസ് ചെയ്ത് കഴിഞ്ഞാൽ, മക്കളെ ശ്രദ്ധിക്കണം, ഈ അസറ്റാലിനെ ഹൈഡ്രോളൈസ് ചെയ്താൽ, ഇമാജിൻ ഇറ്റ് ഈസ് ട്രീറ്റഡ് വിത്ത് വാട്ടർ, യു വിൽ ഗെറ്റ് RCHO. ഇത് തിരിച്ചു വരും. Acetal upon hydrolysis, it is easily hydrolyzed to get back aldehyde. അതാണ് പ്രശ്നം. അതിനാണ് ഡ്രൈ HCl ഗ്യാസ് എന്ന് പറയാൻ കാരണം. ക്ലിയർ ആണോടാ? ഈസ് ദാറ്റ് ക്ലിയർ? ശ്രദ്ധിക്കണം, വളരെയധികം ശ്രദ്ധിക്കണം. എന്ത്? നേരത്തെ പറഞ്ഞൊരു കമന്റ്, അത് പ്രത്യേകം ശ്രദ്ധിക്കണം. എന്ത്? ആൽഡിഹൈഡ്സ് റിയാക്ട് വിത്ത് 1 equivalent ഓഫ് മോണോഹൈഡ്രിക് ആൽക്കഹോൾ. ആൽഡിഹൈഡ്സ് ആരുമായിട്ടാണ് റിയാക്ട് ചെയ്യുക? മോണോഹൈഡ്രിക് ആൽക്കഹോളുമായിട്ടാണ് റിയാക്ട് ചെയ്യുക. എന്താ സാർ അങ്ങനെ എടുത്തു പറയാൻ കാരണം? Aldehydes react with monohydric alcohol, while ketones react with dihydric alcohol. വിസിനാൽ ഗ്ലൈക്കോൾസുമായിട്ടാണ് കീറ്റോൺസ് റിയാക്ട് ചെയ്യുക. അതാണ് അത് എടുത്തു പറയാൻ കാരണം. നോക്കൂ, കീറ്റോൺസ് റിയാക്ട് വിത്ത് എത്തിലീൻ ഗ്ലൈക്കോൾ അണ്ടർ സിമിലർ കണ്ടീഷൻസ് ആൻഡ് യു ഗെറ്റ് കീറ്റാൾസ്. അവിടെ കിട്ടുന്ന റിയാക്ഷൻ, അവിടെ റിയാക്ടിവിറ്റി വ്യത്യാസമുണ്ട്. കീറ്റോൺസ് റിയാക്ട് ചെയ്യുന്നത് ആരുമായിട്ടാണ്? വിസിനാൽ ഗ്ലൈക്കോൾസുമായിട്ടാണ് റിയാക്ട് ചെയ്യുക. കീറ്റോൺസ് റിയാക്ട് വിത്ത് വിസിനാൽ ഗ്ലൈക്കോൾസ്, റൈറ്റ്? ആൻഡ് ലെറ്റ് മീ ടെൽ യു ദ റിയാക്ഷൻ. ഇത് നമുക്ക് ഒന്ന് എഴുതാം. ഈ റിയാക്ഷൻ ഒന്ന് ഞാൻ എഴുതി കാണിക്കാം. ഹൗ കീറ്റോൺസ് റിയാക്ട്. RCOR interacting with the vicinal glycols. This is ethylene glycol. നമുക്ക് എങ്ങനെയാണ് റിയാക്ഷൻ എന്ന് നോക്കിയോ കേട്ടോ. ഇറ്റ് ഈസ് ഔട്ട് ലൈക്ക് ദിസ്. H2O out. And what is the result? The result is RCR. ഇങ്ങനെ O like this. CH2 ഇങ്ങനെ കിട്ടും. This is cyclic ketal. And the forward reaction happens with the presence of dry HCl gas, while the reverse reaction will happen with the help of dilute HCl. ഇപ്പോൾ dilute solution of HCl ആണെങ്കിൽ ഹൈഡ്രോളിസിസ് നടക്കും, തിരിച്ചു വരും. ഡ്രൈ HCl ഗ്യാസിന്റെ പ്രസൻസിലാണെങ്കിൽ ഫോർവേഡ് റിയാക്ഷൻ ഫേവർ ചെയ്യാം. അപ്പോ ആൽഡിഹൈഡ്സ് ആണ്, ഇതൊരു പ്രധാനപ്പെട്ട പോയിന്റ് ആണ്, മറക്കണ്ട. ആൽഡിഹൈഡ്സ് ആണ് എങ്കിൽ ഇറ്റ് ഈസ് റിയാക്ടിംഗ് വിത്ത് മോണോഹൈഡ്രിക് ആൽക്കഹോൾ, വൈൽ കീറ്റോൺസ് ആണ് എങ്കിൽ ഇറ്റ് ഈസ് റിയാക്ടിംഗ് വിത്ത് വിസിനാൽ ഗ്ലൈക്കോൾസ്. വിസിനാൽ ഗ്ലൈക്കോൾസ് എന്ന് വെച്ചാൽ അടുത്തടുത്ത് OH ഗ്രൂപ്പ് വരിക.
ഇവിടെ ആദ്യം കിട്ടുന്നത് ഹെമി അസെറ്റാൽ, ആൻഡ് ദെൻ യു ഗെറ്റ് അസെറ്റാൽ. ഇവിടെ നമുക്ക് സൈക്ലിക് കീറ്റാൽ കിട്ടും. ഈ ഒരു വ്യത്യാസം ശ്രദ്ധിക്കപ്പെടേണ്ടതാണ്. ആൽഡിഹൈഡ്സ് ഇന്ററാക്ടിംഗ് വിത്ത് മോണോഹൈഡ്രിക് ആൽക്കഹോൾസ് ആദ്യം ഹെമി അസെറ്റാൽ ഫോം ചെയ്യും, പിന്നീട് അസെറ്റാൽ ആയിട്ട് മാറും. 1 more mole when react. While ketones react with dihydric alcohol, അത് എങ്ങനെ വരണം? വിസിനാൽ വരണം, 1-2 പൊസിഷനിൽ വരണം, റൈറ്റ്? സർ ഇതിൽ ലോങ് ചെയിൻ കിട്ടില്ലേ? എനിക്ക് മനസ്സിലായില്ല, ചോദ്യം വ്യക്തമായില്ല. സർ ഇതിൽ ലോങ് ചെയിൻ കിട്ടില്ലേ? ഇതിൽ 1-2 വരുമ്പോ എപ്പോഴും ഇങ്ങനെയല്ലേ വരുള്ളൂ, 1-2 പൊസിഷനിലല്ലേ വരുന്നത്. അപ്പൊ ഇങ്ങനെയല്ലേ ഫോം ചെയ്യാം. നോക്ക്, 1-2 വിസിനാൽ ഗ്ലൈക്കോൾസ് എന്ന് വെച്ചാൽ എന്താ അർത്ഥം? 1,2 ഡയോൾ ആയിരിക്കണം. 1,2 ഡയോൾ എന്ന് വരുമ്പോ ഇങ്ങനെയല്ലേ വരിക, 1,2. അപ്പൊ ഇങ്ങനെ ഒരു പെന്റഗണൽ റിംഗ് അല്ലേ ഫോം ചെയ്യാം. അതാ പറഞ്ഞത്, 1,2 ഗ്ലൈക്കോൾ ആണ് വേണ്ടത്. അടുത്തടുത്ത പൊസിഷനിൽ OH വന്നാൽ അത് കീറ്റോണുമായിട്ട് റിയാക്ട് ചെയ്താൽ എപ്പോഴും എന്താ സംഭവിക്കുക? ഒരു പെന്റഗണൽ റിംഗ് ഫോം ചെയ്യും. നവനീത് ക്ലിയർ ആണോ? ഫൈൻ. ഇതൊരു പ്രധാനപ്പെട്ട റിയാക്ഷൻ ആണ്, പ്രത്യേകം നോട്ട് ചെയ്തോളാം. യെസ്, and tell me answer in the next class how you can distinguish between the compound A and B. I'm giving you 2 compounds A and B. This is compound A. And this is compound B. Compound A and compound B. Hope you understand. It is cyclopentane diol cism transum. This is cyclopentane diol cis alla, ഇത് trans ആണ്. This is cyclopentane diol trans ആണ്. And this is cyclopentane diol cis ആണ്. Cis. How will you distinguish compound A and B? You are given with C2H5OH. You are given with CH3CHO. You are given with CH3COCH3, and you are given with methanol. ഇതിൽ ആരെ ഉപയോഗിച്ച് എയും ബിയും ഡിസ്റ്റിങ്വിഷ് ചെയ്യാം? ആൻഡ് ഹൗ? ദാറ്റ് ഈസ് ദ ക്വസ്റ്റ്യൻ. How will you distinguish between A and B using 1, 2, 3, 4? Out of 1, 2, 3, 4, which can be used to distinguish compound A and B, and how? That is the question. I hope the question is clear to all. എല്ലാവർക്കും ചോദ്യം മനസ്സിലായി എന്ന് വിചാരിക്കുന്നു.
എല്ലാവർക്കും ചോദ്യം മനസ്സിലായി എന്ന് വിചാരിക്കുന്നു. ചോദ്യം ക്ലിയർ അല്ലേ? ചോദ്യം ക്ലിയർ അല്ലേ? ഗുഡ്. ആൻഡ് ദാറ്റ്സ് അബൌട്ട്. ഇപ്പൊ ഏതൊക്കെ നമ്മൾ റിയാക്ഷൻ പറഞ്ഞു? റിയാക്ഷൻ വിത്ത് HCN പറഞ്ഞു, റിയാക്ഷൻ വിത്ത് സോഡിയം ഹൈഡ്രജൻ സൾഫൈറ്റ് പറഞ്ഞു, റിയാക്ഷൻ വിത്ത് ഗ്രിഗ്നാർഡ് റിയേജന്റ്, റിയാക്ഷൻ വിത്ത് ആൽക്കഹോൾ. ഇനി പറയാൻ പോകുന്നത് ഒരു ഒന്നൊന്നര റിയാക്ഷൻ ആണ്. ദാറ്റ് ഈസ് അഡീഷൻ ഓഫ് അമോണിയ ആൻഡ് ഡെറിവേറ്റീവ്സ്. അതാണ് നമ്മുടെ അടുത്ത റിയാക്ഷൻസ്. അഡീഷൻ ഓഫ് അമോണിയ ആൻഡ് ഡെറിവേറ്റീവ്സ്. Addition of ammonia and derivatives. That is next. Navaneet, sir, ഇതിൽ ഏത് യൂസ് ചെയ്യും എന്നാണോ? Exactly. You are given with the compound A and B. നിങ്ങൾ ലാബിലാണെന്ന് വിചാരിക്കാം. നിങ്ങൾക്ക് എയും ബിയും തന്നിരിക്കുന്നു. 4 റിയേജന്റ് നിങ്ങളുടെ മുന്നിൽ വെച്ചിട്ടുണ്ട്. ഒരു ബോർഡ് എക്സാം ക്വസ്റ്റ്യൻ ആണ്, വിചാരിച്ചോളൂ. Hope you have some hot type of questions. ഒരു ഹോട്ട് ടൈപ്പ് ഓഫ് ക്വസ്റ്റ്യൻ ആണെന്ന് വിചാരിക്കാം. 2 കോമ്പൗണ്ട് തന്നിട്ടുണ്ട്, എയും ബിയും. അവര് ജോമെട്രിക്കൽ ഐസോമേഴ്സ് ആണ്, സിസും ട്രാൻസും. 4 റിയേജന്റ് നിങ്ങൾക്ക് തന്നിട്ടുണ്ട്. ഇതിൽ ഏത് റിയേജന്റ് ഉപയോഗിച്ചാലാണ് ഇവരെ തിരിച്ചറിയാൻ നിങ്ങൾക്ക് സാധിക്കുക? ഇതാണ് ചോദ്യം. റൈറ്റ്. അപ്പൊ ഏത് എന്ന് മാത്രം പറഞ്ഞാൽ പോരാ, എന്തുകൊണ്ട്, എങ്ങനെ എന്നുകൂടെ വിശദീകരിക്കണം. നവനീത് ക്ലിയർ ആണോ? കാരണം ചോദ്യം ക്ലിയർ ആണോടാ? Okay. Yes. Coming back to the addition of ammonia and derivatives. Addition of ammonia and derivatives. അമോണിയ ആൻഡ് ഡെറിവേറ്റീവ്സിനെ നമ്മൾ H2NZ എന്ന് റെപ്രസെന്റ് ചെയ്യുന്നു. നോക്ക്, ഇതാണ് അമോണിയ, ഇതാണ് അമോണിയ. ഇതിനെ നമ്മൾ H2NZ എന്ന് റെപ്രസെന്റ് ചെയ്യുന്നു. ഈ Z മാറിക്കൊണ്ടിരിക്കും. And we have so many reactions. Suppose Z equal to H ആണെന്ന് വിചാരിക്കാം. ആരാ റിയേജന്റ്? ഇസഡിന്റെ സ്ഥാനത്ത് ഇതാണ് NH2, ഇതാണ് Z. ഇസഡിന്റെ സ്ഥാനത്ത് H ആണെങ്കിൽ റിയേജന്റ് ഈസ് അമോണിയ. ആ ഇസഡിന്റെ സ്ഥാനത്ത് R ആണെന്ന് വിചാരിക്കാം. ഇറ്റ് ഈസ് HNHR. ഇതിനെ വിളിക്കുന്നത് RNH2 എന്നാണ്. ദാറ്റ് ഈസ് അമീൻ. ഈ ഇസഡിന്റെ സ്ഥാനത്ത് OH ആണെന്ന് വിചാരിക്കാം. HNHOH. ഇസഡിന്റെ സ്ഥാനത്ത് OH വന്നാല് ദാറ്റ് ഈസ് കോൾഡ് ഹൈഡ്രോക്സിൽ അമീൻ. സോ ഓൺ. അത് ഏതൊക്കെയാണെന്ന് ഞാൻ ഓരോ ഘട്ടത്തിൽ പറയാം. അപ്പൊ നമുക്ക് കോമൺ ആയിട്ട് അമോണിയ ആൻഡ് ഡെറിവേറ്റീവ്സ്. അമോണിയ എന്ന് വെച്ചാൽ NH3. അല്ല, ഒരു Hന്റെ സ്ഥാനത്ത് നമുക്ക് Z എന്ന് കൊടുക്കാം. ആ ഒരു Hന്റെ സ്ഥാനത്ത് നമുക്ക് Z എന്ന് കൊടുക്കാം. അപ്പോ H2NZ എന്ന് എഴുതാം. സോ ദ കാർബോണൈൽ കോമ്പൗണ്ട് റിയാക്ടിംഗ് വിത്ത് H2NZ. ആ Z ആണ് മാറി വരിക. ഈ ടേബിളിൽ എത്ര എണ്ണം ഉണ്ട് നോക്കിട്ടോ. 7 എണ്ണോ 8 എണ്ണോ മറ്റേ ഉണ്ട്. ആ ടേബിളിൽ എത്ര എണ്ണം ഉണ്ട് നോക്കൂ. 7 എണ്ണോ 8 എണ്ണോ മറ്റേ ഉണ്ട്. അതിൽ NH2 പാർട്ടിലാണ് റിയാക്ഷൻ നടക്കുന്നത്. Z മാറി ഓരോരോ ക്ലാസ് ഓഫ് റിയാക്ഷൻ ആയിട്ടും പ്രോഡക്റ്റ് ആയിട്ടും നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കും. എങ്ങനെയാണ് റിയാക്ഷൻ നോക്കണം കേട്ടോ. എങ്ങനെയാണ് റിയാക്ഷൻ? ആദ്യം ജനറൽ റിയാക്ഷൻ നമുക്ക് മനസ്സിലാക്കാം. അതിനുശേഷം ഓരോ എക്സാമ്പിൾ ആയിട്ട് എഴുതി പഠിക്കാം. ഇതാണ് കാർബോണൈൽ കോമ്പൗണ്ട്. ഇറ്റ് ഈസ് ഇന്ററാക്ടിംഗ് വിത്ത് HNHZ.
Okay. Now try to understand. This is polarizing as minus and plus. And this is polarizing as plus and minus. അപ്പൊ എന്തായിരിക്കും മക്കളെ റിസൾട്ട്? ഓൾറെഡി പല പ്രാവശ്യം പറഞ്ഞതാണ്. ഈ മൈനസ് ഇവിടെ അറ്റാക്ക് ചെയ്യും, O മൈനസിന്റെ കൂടെ H പ്ലസ് വരും. സോ ദ റിസൾട്ട് വിൽ ബി അഡിഷൻ പ്രോഡക്റ്റ് C ഡബിൾ ബോണ്ട്. ഇവിടെ എന്താ NH അല്ലെ, NHZ. ഇവിടെ എന്താണ് OH. ഇങ്ങനെ വരും. നോക്ക്, ഈ സിയില് NHZ വന്നു, ഓയില് OH വന്നു. Now you know what will happen. There will be elimination of water. There will be elimination of water. നോക്കടാ, ഈ H2O out as H2O എന്നിട്ട് ഇവിടെ ഒരു ഡബിൾ ബോണ്ട് വരും. The result will be C ഡബിൾ ബോണ്ട് NZ. ഇതാണ് നമ്മുടെ ഫൈനൽ പ്രൊഡക്റ്റ്. I will repeat. ഇവിടെ O മൈനസ് വന്നു, ഇവിടെ C പ്ലസ് വന്നു ആസ് യൂഷ്വൽ. ആൻഡ് ദിസ് ഈസ് അമോണിയ ഡെറിവേറ്റീവ്. ഈ ഇസഡിനെ കുറിച്ച് നമുക്ക് പറയാം. ഇസഡ് മാറി മാറി വരുന്നതിനനുസരിച്ച് 5 or 6 റിയാക്ഷൻസ് നമുക്ക് പഠിക്കാനുണ്ട്. അവിടെ ആള് മാറുമ്പോൾ റിയേജന്റ് മാറും, പ്രോഡക്റ്റ് മാറും, അത്രേ ഉള്ളൂ. റിയാക്ഷൻ നടക്കുന്നത് ഇവിടെയാണ്, അതുകൊണ്ടാണ് അത് കോമൺ ആയിട്ട് വെച്ചിരിക്കുന്നത്. നൗ NH2NZ ഇതില് ഇവിടെ പോളറൈസ് ചെയ്യും, പ്ലസും മൈനസും. ഈ മൈനസ് ഇവിടെ ചെന്ന് ബോണ്ട് ചെയ്യും. സോ CNHZ, CNHZ. ഈ ഡബിൾ ബോണ്ട് സിംഗിൾ ബോണ്ട് ആവും. O മൈനസ് H പ്ലസിനെ അബ്സ്ട്രാക്ട് ചെയ്യും. സോ OH. And now what happens? ഇപ്പൊ നടന്നത് അഡിഷൻ റിയാക്ഷൻ ആണ്. അടുത്ത സ്റ്റെപ്പ് എലിമിനേഷൻ ആണ്. വാട്ടർ മോളിക്യൂൾ ഈസ് എലിമിനേറ്റഡ്. ഇറ്റ് ഈസ് ബേസിക്കലി അഡിഷൻ ഫോളോഡ് ബൈ എലിമിനേഷൻ. This is addition step and this is elimination step. Addition followed by elimination or elimination followed by addition. അതിനെ നമ്മൾ കണ്ടൻസേഷൻ എന്ന് പറയും. This is a type of condensation reaction. Elimination followed by addition reaction. ആദ്യം ഒരു addition reaction നടക്കും, അതിനുശേഷം simple molecules like water is eliminated. നോക്കൂ, ഈ OH-ഉം ഈ H-ഉം വാട്ടർ ആയിട്ട് പോയി. സോറി, H2 എന്ന് ഞാൻ എഴുതി നേരത്തെ, H2O. OH-ഉം H-ഉം വാട്ടർ ആയിട്ട് പോയി. ഇനിയോ ഈ കാർബൺ നൈട്രജന്റെ ഇടയിൽ ഒരു ഡബിൾ ബോണ്ട് വരും. യു വിൽ ഗെറ്റ് C ഡബിൾ ബോണ്ട് NZ. ഇനി നിങ്ങൾക്ക് ഈ റിയാക്ഷൻ ഒറ്റ സ്റ്റെപ്പിൽ വേണമെങ്കിൽ മനസ്സിലാക്കാം കേട്ടോ. ഒറ്റ സ്റ്റെപ്പിൽ നിങ്ങൾക്ക് ഈ റിയാക്ഷൻ മനസ്സിലാക്കാം. ലൈക്ക് ദിസ്, H2NZ. എങ്ങനെ ഒറ്റ സ്റ്റെപ്പിൽ മനസ്സിലാക്കാം? ഇതാ H2O ഔട്ട്. ഇവിടുന്ന് വാട്ടർ എടുത്ത് കളയുക, ബാക്കിയുള്ളതിനെ അങ്ങ് കണക്ട് ചെയ്യുക. യു ഗെറ്റ് ദ ഫൈനൽ പ്രൊഡക്റ്റ് C ഡബിൾ ബോണ്ട് NZ. ഇതാണ് നമ്മുടെ ഫൈനൽ പ്രോഡക്റ്റ്. ഇങ്ങനെ മനസ്സിലാക്കിയാലും മതി. എക്സാക്ട്ലി അത് 2 സ്റ്റെപ്പായിട്ടാണ് നടക്കുന്നത്. ആദ്യം ഒരു അഡിഷൻ നടക്കുന്നു, അതിനുശേഷം ഒരു വാട്ടർ മോളിക്യൂൾ എലിമിനേറ്റ് ചെയ്യുന്നു, ഫൈനൽ പ്രോഡക്റ്റ് ആയിട്ട് മാറും. ക്ലിയർ ആണോടാ? ഒരു എക്സാമ്പിൾ നമുക്ക് എഴുതി നോക്കാം. ആദ്യത്തെ റിയാക്ഷൻ എക്സാമ്പിൾ എഴുതാം. വിത്ത് അമോണിയ. C ഡബിൾ ബോണ്ട് OH. ഇപ്പോൾ ഇസഡിന്റെ സ്ഥാനത്ത് H ആണ് കിട്ടും. ആൻഡ് ദ റിയേജന്റ് ഈസ് അമോണിയ. നോക്കൂ, ഇത് പോളറൈസ് ചെയ്തു, മൈനസും പ്ലസും. ഇത് ഇവിടെ വെച്ച് ബ്രേക്ക് ചെയ്യുന്നു, പ്ലസും മൈനസും. ഈ മൈനസ് വന്ന് ഇവിടെ കണക്ട് ചെയ്യും, ഈ ഓയുടെ കൂടെ H വരും. യു ഗെറ്റ് ദ റിസൾട്ട് CNH
H, and here OH. Now a water molecule is eliminated. OH-ഉം H-ഉം വാട്ടർ ആയിട്ട് എലിമിനേറ്റ് ചെയ്തു. ഈ കാണുന്ന അവിടെ ഡബിൾ ബോണ്ട് വരും. കാർബൺ നൈട്രജന്റെ ഇടയിൽ ഡബിൾ ബോണ്ട് വരും. സോ ദ റിസൾട്ട് ഈസ് C ഡബിൾ ബോണ്ട് NH. ഇനി റിയാക്ഷൻ നേരിട്ട് എഴുതിയാലോ? ഈ റിയാക്ഷൻ നേരിട്ട് എഴുതിയാലോ? C ഡബിൾ ബോണ്ട് O പ്ലസ് H2NH. നോക്ക്, H2O out. H2O out as water molecule, and the result is C double bond NH. And the class of compound, ഈ class of compound already മുൻപ് നമ്മൾ പരിചയപ്പെട്ടിട്ടുണ്ട്. ഇതിന്റെ പേര് ഇമിൻ എന്നാണ്. ഇമിൻ. This is called ഇമിൻ. ഇമിൻ കോമ്പൗണ്ടിനെ നമ്മൾ ഓൾറെഡി പരിചയപ്പെട്ടതാണ്. Please visit Stephen reduction, Dibal H. ആ റിയാക്ഷൻസ് ഒന്ന് എടുത്ത് നോക്കുക. ഇമീൻസിനെ നമ്മൾ അവിടെ പരിചയപ്പെട്ടിട്ടുണ്ട് ഓൾറെഡി. ഇനി നിങ്ങൾ ആ ടേബിളിൽ പോയാൽ കാര്യം നിങ്ങൾക്ക് മനസ്സിലാവും. ഇനി ഈ ടേബിളിൽ പോവുക. എന്താ ടേബിളിൽ കൊടുത്തിരിക്കുന്നത് നോക്കൂ. ഇസഡിന്റെ സ്ഥാനത്ത് ഹൈഡ്രജൻ വന്നാൽ റിയേജന്റിന്റെ പേര് അമോണിയ. കിട്ടുന്ന പ്രോഡക്റ്റ് ഇത്. അതിന്റെ പേര് ഇമിൻ. ക്ലിയർ ആണോ മക്കളെ? ഇസ് ദാറ്റ് ക്ലിയർ? ഒന്നാമത്തെ റിയാക്ഷനെ ഞാൻ പറഞ്ഞുള്ളൂ. എത്ര ഉണ്ട് അവിടെ? എത്ര ഉണ്ട്? 1, 2, 3, 4, 5, 6, 7 റിയാക്ഷൻസ് പഠിക്കാനുണ്ട്. 7 റിയാക്ഷൻസ് പഠിക്കാനുണ്ട്. അപ്പൊ അതിൽ ഒന്നേ ഞാൻ പറഞ്ഞിട്ടുള്ളൂ, റിയാക്ഷൻ വിത്ത് അമോണിയ. യെസ്. സോ ഇസഡിന്റെ സ്ഥാനത്ത് H വന്നാൽ the reagent is ammonia. The product look like this and the product name is imine. ഇനി നമുക്ക് അടുത്തത് നോക്കാം. റിയേജന്റിന്റെ ഇസഡിന്റെ സ്ഥാനത്ത് R വരുന്നത് നോക്കാം. ഇസഡിന്റെ സ്ഥാനത്ത് R വരുന്നത് നോക്കാം. എന്തായിരിക്കും റിസൾട്ട്? നോക്കൂ. C ഡബിൾ ബോണ്ട് O H2NR. ഈ റിയേജന്റിന്റെ പേര് അമീൻ എന്നാണ്. അമീൻ പരിചയമില്ലാത്തവർ ഉണ്ടാവാൻ സാധ്യതയില്ല. And now there is a reaction like this. There is a reaction like that. എന്തൊക്കെയോ സംഭവിച്ചു. H2O out and the reaction product is C double bond NR. C double bond NR. ഇതിനെ നമ്മൾ വിളിക്കുന്നത് സബ്സ്റ്റിറ്റ്യൂട്ടഡ് ഇമിൻ എന്നാണ്. സബ്സ്റ്റിറ്റ്യൂട്ടഡ് ഇമിൻ എന്നാണ് വിളിക്കുക. എന്താ സബ്സ്റ്റിറ്റ്യൂട്ടഡ് ഇമിൻ? ഹൈഡ്രജന്റെ സ്ഥാനത്ത് R വന്നു, ഒരു R ഗ്രൂപ്പ് വെച്ച് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്ത പോലെയാണ്. സബ്സ്റ്റിറ്റ്യൂട്ടഡ് ഇമിൻ എന്ന് വിളിക്കും. ആൻഡ് ദിസ് ഈസ് കോൾഡ് ഷിഫ്സ് ബേസ്. ഷിഫ്സ് ബേസ് എന്ന പേരിലും അറിയപ്പെടുന്നു. ഷിഫ്സ് ബേസ്. ഇത് നിങ്ങൾക്ക് ഇവിടെ കാണാൻ സാധിക്കും. നോക്ക്, ഇസഡിന്റെ സ്ഥാനത്ത് R വന്നാല് റിയേജന്റിന്റെ പേര് അമീൻ. കിട്ടുന്ന പ്രോഡക്റ്റ് ഇങ്ങനെയായിരിക്കും. ഈ Hന് പകരം R വന്നതുകൊണ്ട് അതിനെ സബ്സ്റ്റിറ്റ്യൂട്ടഡ് ഇമിൻ എന്ന് വിളിക്കുന്നു. ആൻഡ് ദിസ് ഈസ് കോൾഡ് ഷിഫ്സ് ബേസ്. ഓക്കെ ആണോ? ഓക്കെ ആണോ? സോ ഇസഡിന്റെ സ്ഥാനത്ത് H വന്നു കഴിഞ്ഞാൽ അമോണിയ. കിട്ടുന്ന പ്രോഡക്റ്റ് C ഡബിൾ ബോണ്ട് NH എന്നായിരിക്കും. ആ ക്ലാസ് ഓഫ് പ്രോഡക്റ്റിന്റെ പേര് ഇമിൻ എന്നാണ്. ഇസഡിന്റെ സ്ഥാനത്ത് R വന്നാൽ റിയേജന്റിന്റെ പേര് അമീൻ. കിട്ടുന്ന പ്രോഡക്റ്റ് C ഡബിൾ ബോണ്ട് NR എന്നായിരിക്കും.
അതിനെ വിളിക്കുന്നത് സബ്സ്റ്റിറ്റ്യൂട്ടഡ് ഇമിൻ എന്നാണ്, ഓർ ഷിഫ്റ്റ്സ് ബേസ് എന്ന് പറയും. ഇനി ഇസഡിന്റെ സ്ഥാനത്ത് OH വന്നാലോ? അടുത്തത് ഇസഡിന്റെ സ്ഥാനത്ത് OH വന്നാലോ? നെക്സ്റ്റ് യു സീ വാട്ട് ഹാപ്പൻസ്. C ഡബിൾ ബോണ്ട് O പ്ലസ് H2NOH. ഇയാളുടെ പേര് ഹൈഡ്രോക്സിൽ അമീൻ എന്നാണ്. ഹൈഡ്രോക്സിൽ അമീൻ. റിയാക്ഷൻ ഒക്കെ ഒരേ പാറ്റേൺ ആണ്. റിയാക്ഷൻ പാറ്റേണിൽ ഒരു മാറ്റവും ഇല്ല. H2O ഔട്ട് ആൻഡ് യു ഗെറ്റ് C ഡബിൾ ബോണ്ട് NOH. ഈ ക്ലാസ് ഓഫ് പ്രോഡക്റ്റിന് വിളിക്കുന്ന പേര് ഓക്സിം എന്ന് പറയും. ഓക്സിം, ആൽഡോക്സിം, കീറ്റോക്സിം എന്നൊക്കെ പറയും. ഓക്സിം എന്നാണ് ആ പ്രോഡക്റ്റിന്റെ പേര്. ഓക്സിം. ഓക്കെ, ഇവിടെ ഉണ്ട്. OH വന്നാൽ റിയേജന്റിന്റെ പേര് ഹൈഡ്രോക്സിലമീൻ. പ്രോഡക്റ്റ് ഇങ്ങനെ വരും, ഓക്സിം എന്നാണ് അതിന്റെ പേര്. ഇപ്പൊ നമ്മൾ 3 എണ്ണമേ പറഞ്ഞിട്ടുള്ളൂ. H വന്നാൽ അമോണിയ, പ്രോഡക്റ്റ് ഇമിൻ. ഇസഡിന്റെ സ്ഥാനത്ത് R വന്നാൽ അമീൻ, പ്രോഡക്റ്റിന്റെ പേര് സബ്സ്റ്റിറ്റ്യൂട്ടഡ് ഇമിൻ, ഷിഫ്റ്റ്സ് ബേസ്. ഇസഡിന്റെ സ്ഥാനത്ത് OH വന്നാൽ ഹൈഡ്രോക്സിലമീൻ, പ്രോഡക്റ്റിന്റെ പേര് ഓക്സിം. 3 എണ്ണേ നമ്മൾ പറഞ്ഞിട്ടുള്ളൂ. ഇനി 4 എണ്ണം കൂടിയുണ്ട്. അത് അടുത്ത ക്ലാസ്സിൽ വരുമ്പോൾ ഒന്ന് നോക്കി വരിക. ഓഫ് കോഴ്സ് വി വിൽ ഡിസ്കസ്. ആ 4 എണ്ണം എഴുതി കഴിഞ്ഞിട്ടേ നമ്മൾ പ്രൊസീഡ് ചെയ്യുള്ളൂ. എന്നാലും നിങ്ങൾക്ക് സെൽഫായിട്ട് അതൊന്ന് മനസ്സിലാക്കാൻ പറ്റുന്നുണ്ടോ നോക്കി വരിക. ഓക്കെ, സോ ലെറ്റ് മീ റിവൈൻഡ്. ഇന്ന് നമ്മൾ ഇതുവരെ പറഞ്ഞ കാര്യങ്ങൾ ഒന്ന് നമുക്ക് ഓർത്തെടുക്കാൻ ശ്രമിക്കാം. നമ്മൾ ഇന്ന് തുടങ്ങിയത് ന്യൂക്ലിയോഫിലിക് അഡിഷൻ റിയാക്ഷനിലൂടെയാണ്. കാർബണൈൽ കോമ്പൗണ്ടിൽ ന്യൂക്ലിയോഫിലിക് അഡിഷൻ റിയാക്ഷൻ നടക്കുന്നതിനെ കുറിച്ച് പറഞ്ഞു. അതിന്റെ ഇലക്ട്രോഫിലിസിറ്റി എങ്ങനെയാണ് അഫക്ട് ചെയ്യപ്പെടുന്നത്, റിയാക്ടിവിറ്റി എങ്ങനെയാണ് എന്നൊക്കെ പറഞ്ഞു. അഡിഷൻ റിയാക്ഷൻസിന് കുറെ എക്സാമ്പിൾസ് പറഞ്ഞു. ആദ്യം HCN അഡിഷൻ പറഞ്ഞു, സോഡിയം ഹൈഡ്രജൻ സൾഫൈറ്റ് അഡിഷനെ കുറിച്ച് പറഞ്ഞു. ഗ്രിഗ്നാർഡ് റിയേജന്റിന്റെ അഡിഷൻ റെഫർ ചെയ്യാൻ പറഞ്ഞിട്ടുണ്ട്, ഓൾറെഡി പഠിച്ചതാണ്. ആൽക്കഹോൾസുമായിട്ടുള്ള അഡിഷൻ റിയാക്ഷൻ വളരെ പ്രധാനപ്പെട്ടത് ചർച്ച ചെയ്തു. ആൻഡ് ദെൻ ഇറ്റ് ഈസ് അഡിഷൻ വിത്ത് അമോണിയ ആൻഡ് ഡെറിവേറ്റീവ്സ്. അതിൽ 7 റിയാക്ഷൻസ് പഠിക്കാനുണ്ട്. അതിൽ 3 എണ്ണം പറഞ്ഞു. ഒന്ന് റിയാക്ഷൻ വിത്ത് അമോണിയ ഗിവിംഗ് ഇമിൻ, 2 റിയാക്ഷൻ വിത്ത് അമീൻ ഗിവിംഗ് സബ്സ്റ്റിറ്റ്യൂട്ടഡ് ഇമിൻ, 3 റിയാക്ഷൻ വിത്ത് ഹൈഡ്രോക്സിലമീൻ ഗിവിംഗ് ഓക്സിം. ഇത്രയുമാണ് നമ്മൾ സോ ഫാർ പറഞ്ഞത്. റൈറ്റ്, അടുത്ത ക്ലാസ്സിൽ അതിന്റെ ബാക്കി റിയാക്ഷൻസും ആൽഡിഹൈഡ് കീറ്റോൺസിന്റെ മനോഹരമായ കുറെ അടുത്ത റിയാക്ഷൻസുമായിട്ട് നമുക്ക് അടുത്ത ക്ലാസ്സിൽ കാണാം. നമുക്ക് നിർത്തിയാലോ? സമയമായി. ലെറ്റ് us wind up. Yes. So have a nice day. എല്ലാവരും നന്നായിട്ട് പഠിക്കാം. We'll meet in the next class. കേട്ടോ? Okay മക്കളെ. Good night. See you. Bye. See you. Bye. Good night. ഫയൽ സേവ് ചെയ്യണം.